മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു മൾട്ടിവേഴ്സ് ആക്കിയിട്ട് ഒരു എൻഡാണ് ഇനി നമുക്ക് വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും സീക്രട്ട് വാർസൊക്കെ. സോ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സീക്രട്ട് വാർസ് എന്നുള്ളൊരു കോമിക്സ് വായിച്ചു നോക്കി. അതിൻ്റെ കഥയായിരിക്കും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സിനിമയിൽ എന്താ നടക്കാൻ പോകുന്നൊരു ഐഡിയ ഇല്ല. ഇനി ഇത് തന്നെയാണ് ഇവർ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. സോ ഒരു പക്ഷേ കുറേയൊക്കെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ഇനി ഇതാണ് ഇവർ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകും. സോ ആദ്യം തന്നെ ഒരു സ്പോയിലർ വേണമെങ്കിൽ നമ്മളിവിടെ സിനിമയിലെ കഥയല്ല പറയുന്നു. സിനിമയിലെ കഥ നമുക്കറിയില്ല. അവരത് എടുക്കാൻ പോണേ ഉള്ളൂ. സീക്രട്ട് വാർസ് ഒക്കെ ഡൂംസ്ഡേ ഒക്കെ ആണ് ഇപ്പോൾ റിലീസ് ചെയ്യാനിരിക്കുന്നത്. സോ അതിൻ്റെ കഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞാൽ കോമിക്കിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഈ സീക്രട്ട് വാർസ് നമുക്ക് ഡയറക്റ്റ്ലി വായിക്കാൻ പറ്റില്ല. അതൊരു 9 ഇഷ്യൂ ഉണ്ട്. ഡയറക്റ്റ്ലി വായിച്ചാലും നമുക്ക് അതിന് മുമ്പ് നടന്നിട്ടുള്ള കുറേ കാര്യം, ഫോർ എക്സാമ്പിൾ സീക്രട്ട് വാർസ് എങ്ങനെയാണ് കോമിക്കിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എങ്ങനെയാണ് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും അതേപോലെയാണ് ഈ സീക്രട്ട് വാർസ് കൊണ്ട് സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വലിയൊരു കഥയുടെ ഒരു അവസാന ഭാഗം മാത്രമാണ് ഈ സീക്രട്ട് വാർസ്. സോ ഇത് ആക്ച്വലി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഫാന്റാസ്റ്റിക് ഫോർ കോമിക്സും ദെൻ ഈ അവഞ്ചേഴ്സ് കോമിക്സും ന്യൂ അവഞ്ചേഴ്സ് കോമിക്സും അങ്ങനെയുള്ള മറ്റ് കോമിക്സുകളെല്ലാം തന്നെ വായിച്ചാലാണ് ഈ ഒരു സീക്രട്ട് വാർസ് എന്താണെന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. അതിലേക്കുള്ളൊരു ബിൽഡപ്പാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ താനോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഫസ്റ്റ് അവഞ്ചേഴ്സ് മുതലേ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ അവഞ്ചേഴ്സിലെ ഇൻവേഷൻ, ലോക്കിൻ വന്ന് ന്യൂയോർക്കിന് ഇൻവേറ്റ് ചെയ്ത് മുതൽ എല്ലാം നമ്മുടെ താനോസിൻ്റെ പ്ലാനായിരുന്നു ഇൻഫിനിറ്റി സ്റ്റോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഒരു ഇൻഫിനിറ്റി സാഗയുടെ ഒരു എൻഡിങ് ആയിരുന്നു ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും പോലെ തന്നെ ഈ ഒരു മൾട്ടിവേഴ്സ് സാഗയുടെ ഒരു എൻഡാണ് ഈ ഒരു സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞ ഈ ഒരു കോമിക്കും. സോ ഇതിൻ്റെയൊക്കെ തന്നെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും പറഞ്ഞു വരുന്നത് ഒരു സ്റ്റേജിങ് സെറ്റപ്പ് മെയിൻലി ഇവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിവേഴ്സിൻ്റെ നാശമാണ്. മൾട്ടിവേഴ്സ് മുഴുവനായിട്ട് നശിക്കുകയാണ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവുകയാണ്. സോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പല യൂണിവേഴ്സുകളുണ്ട്. ഒരു യൂണിവേഴ്സ് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മളിപ്പോൾ കാണുന്ന എർത്ത് 616 ആണ് മാർവലിലെ മെയിൻ യൂണിവേഴ്സ്. നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ സൂപ്പർ ഹീറോസും ഇതിലാണുള്ളത്. ഇവർ മാത്രമല്ല, ഇതേപോലെ പാരലൽ എർത്തിലും പാരലൽ യൂണിവേഴ്സിലും മൾട്ടിവേഴ്സിലും ഇതേപോലെ കുറേ യൂണിവേഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടോബി മാഗ്വയറുടെ സ്പൈഡർമാൻ വേറെ യൂണിവേഴ്സിലെ സ്പൈഡർമാനാണ്. ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ വേറെ യൂണിവേഴ്സിലാണ്. ഈ എക്സ്മെൻ വേറെ യൂണിവേഴ്സിലാണ്. ഫാന്റാസ്റ്റിക് ഫോർ വേറെ യൂണിവേഴ്സിൽ. ഇങ്ങനെ നമുക്ക് ഓൾറെഡി അറിയാം കുറച്ച് യൂണിവേഴ്സുകൾ. ഇതല്ലാതെ 10,000 യൂണിവേഴ്സുകളുണ്ട്. ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്ത് കംപ്ലീറ്റ്ലി നശിക്കുകയാണ്. ഒരു യൂണിവേഴ്സ് വേറൊരു യൂണിവേഴ്സിൽ പോയി ഇടിച്ച് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇൻകേർഷൻ എന്ന് പറയുക. ഇൻകേർഷൻ എന്ന് പറഞ്ഞ ഇവൻ്റ് എങ്ങനെയാണ് ട്രിഗർ ആവുന്നത് വെച്ചാൽ ഇവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ യൂണിവേഴ്സുകളുടെ എല്ലാം. ഇപ്പോൾ ഒരു യൂണിവേഴ്സ് എടുത്താൽ അതിൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് അതിലെ എർത്താണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എർത്ത് 616 ആണെങ്കിൽ നമ്മുടെ ആ ഒരു യൂണിവേഴ്സിൽ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ എർത്താണ്. സോ ഈ എർത്തും വേറെ യൂണിവേഴ്സിലെ എർത്തും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ഈ ഒരു ഇൻകേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൂട്ടിയിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് ഒരു യൂണിവേഴ്സിലെ എർത്തും വേറൊരു യൂണിവേഴ്സിലെ എർത്തും തമ്മിൽ ഓപ്പോസിറ്റ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ടൈം വിൻഡോ ഉണ്ട്. ഈ 8 മണിക്കൂറിനുള്ളിൽ ഒന്നില്ലെങ്കിൽ ഈ എർത്ത് ഡിസ്ട്രോയ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഡിസ്ട്രോയ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിടിച്ച് രണ്ടെർത്തും കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവും എന്നുള്ളതാണ് ഈ ഒരു ഇൻകേർഷൻ. ഇത് ഒരെർത്തിൽ മാത്രമല്ല, മൾട്ടിപ്പിൾ എർത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സൈക്കിളായിട്ട്. ഇതിനാണ് ഇൻകേർഷൻ എന്ന് പറയുക. സോ ഇതിൻ്റെ എല്ലാം മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൾട്ടിവേഴ്സ് കംപ്ലീറ്റ്ലി തീർക്കുക എന്നുള്ളതാണ്. ഇത് ആരാ ചെയ്യുന്നു വെച്ചാൽ ബിയോണ്ടോസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഇവർ തന്നെയാണ് ഈ ഒരു മൾട്ടിവേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അവർ ആക്ച്വലി ഇതൊരു ടെസ്റ്റിംഗ് ഫെസിലിറ്റി പോലെ, അല്ലെങ്കിൽ ഇത്ര കാലം എടുക്കുമ്പോൾ ആ ഒരു യൂണിവേഴ്സിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുക, അടുത്ത പുതിയത് ഉണ്ടാക്കുക എന്നുള്ള സെറ്റപ്പിലാണ് ഈ പറയുന്ന ബിയോണ്ടോസ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ, അതായത് ബിയോണ്ടേഴ്സ് എന്നുള്ളത് ആദ്യം മനസ്സിലാവില്ല എങ്കിലും ഇൻകേർഷൻ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കഴിയുന്ന സൂപ്പർ ഹീറോസ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കോമിക്സിൻ്റെ എല്ലാം തന്നെ ബേസിക്സ്. ഇപ്പോൾ അവഞ്ചേഴ്സ് ആയിക്കോട്ടെ, ന്യൂ അവഞ്ചേഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന സീക്രട്ട് വാർസ് ആയിക്കോട്ടെ, ആദ്യത്തെ ഇനീഷ്യൽ ഫേസുകളിലല്ല ഈ ഒരു ഇൻകേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് ആദ്യം അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ നടക്കും, വേറൊരു അർത്ഥം നമുക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോൾ വേറെ ആൾക്കാരെ സേവ് ചെയ്യേണ്ട സൂപ്പർ ഹീറോസ് തങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെയുള്ള മറ്റാൾക്കാരെ കൊല്ലോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇനീഷ്യലി നമുക്ക് കാണിച്ചു തരാം. സോ അവരെ മോറയിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് ഫേസ് തന്നെയാണ് ഇനീഷ്യൽ ഫേസ് ഓഫ് സീക്രട്ട് വാർസ്, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ഓഫ് ഈ അവഞ്ചേഴ്സ് ആൻഡ് ന്യൂ അവഞ്ചേഴ്സ് കോമിക്സിലൊക്കെ നമുക്ക് കാണിക്കുന്നത്. സോ ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വക്കാൻഡയ്ക്ക് പുറത്ത് വേറൊരു എർത്ത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് പാന്തർ കാണും. ഒരു ഫസ്റ്റ് ഇൻകേർഷൻ നമ്മുടെ എർത്ത് 616ലേക്ക് വേറൊരു എർത്ത് വന്ന് കൊളൈഡാവുന്നു. അവിടേക്ക് കൊളൈഡാവുന്ന സമയത്ത് തന്നെ ആ എർത്ത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. അത് വേറെ സെപ്പറേറ്റ് ടൈമിൽ അതിലേക്ക് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഈ ഒരു അവഞ്ചേഴ്സ് ആൻഡ് ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് സ്വാൻ എന്നൊരു ക്യാരക്ടർ വന്നിട്ടുള്ളതാണ് ആ ഒരു യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി നമ്മുടെ ബ്ലാക്ക് പാന്തർ മനസ്സിലാക്കി എടുക്കും ഈ ഒരു ഇൻകേർഷൻ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്, നമ്മുടെ ഭൂമി മുഴുവൻ നശിക്കാൻ, മൾട്ടിവേഴ്സ് കംപ്ലീറ്റ്ലി നശിക്കാൻ പോവുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത്
ഇലുമിനാറ്റി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ ബ്ലാക്ക് പാന്തർ ഫോം ചെയ്യും. അതായത് നമ്മുടെ സൂപ്പർ ഹീറോസിൽ തന്നെ അവഞ്ചേഴ്സിലൊക്കെ തന്നെ വളരെയധികം സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർ ഹീറോസിനെ കൂട്ടി വരുത്തിയിട്ടാണ് ഈ ഒരു ഇലുമിനാറ്റി ടീം ഫോം ചെയ്തിട്ടുള്ളത്. ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇലുമിനാറ്റി. അതേപോലെ എർത്തിൽ ഒരു ഇലുമിനാറ്റി ഗ്രൂപ്പിന് ഫോം ചെയ്യും നമ്മൾ ബ്ലാക്ക് പാന്തറിന്റെ നേതൃത്വത്തിൽ. അതിൽ അയൺമാൻ ഉണ്ട്, മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഉണ്ട്, അതായത് നമ്മുടെ റീഡ് റിച്ചാർഡ്സ്, ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ട്, ബ്ലാക്ക് ബോൾട്ട് ഉണ്ട്, നമോർ ഉണ്ട്, ബീസ്റ്റും, പിന്നെ ഈ ബ്ലാക്ക് പാന്തറും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. സോ ഇവരാദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഇൻകേഷൻ എന്ന് പറഞ്ഞ് ഇവർ നടക്കുന്നുണ്ട്, വേറൊരു ഭൂമി നമ്മുടെ ഭൂമിയിലേക്ക് ഇടിക്കാൻ പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ രീതിയിലുള്ള ചർച്ചകൾ ഇനീഷ്യലി നടക്കും. സോ ഒരു വഴിയുള്ളത് ഈ പറഞ്ഞ പോലെ വേറൊരു ഭൂമിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക, എന്നാൽ പിന്നെ നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വെറുതെ കൈയും കെട്ടിയിരിക്കുക, എല്ലാവരും മരിക്കും എന്നുള്ള സെറ്റപ്പാണ്. സോ ഇങ്ങനെയുള്ള സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കര വിഷയങ്ങളുണ്ടായി. അതായത് സൂപ്പർ ഹീറോസ് തമ്മിൽ ഈ ഒരു ഇലുമിനാറ്റി ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര അടിയായി. ഇതിനെപ്പറ്റി വൻ ചർച്ച. നമ്മളെ നാട്ടുകാരെ രക്ഷിക്കേണ്ട ആൾക്കാരാണ്, അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഹീറോസ് എന്ന് പറയും. ഇതേ നമ്മൾ തന്നെ വേറെ യൂണിവേഴ്സിലുള്ള ആൾക്കാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഇനീഷ്യലി ഫസ്റ്റ് ഇൻകേഷൻ വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ച് ആ ഒരു യൂണിവേഴ്സിനെ പുഷ് ചെയ്ത് കളയും. പ്രത്യേകിച്ച് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാണ് ഈ ഒരു പരിപാടി ചെയ്യുക. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഇൻകേഷൻ്റെ ഭാഗമായിട്ട് ഈ ഇൻഫിനിറ്റി സ്റ്റോൺസിലെ ടൈം സ്റ്റോൺ ഒഴിച്ചു ബാക്കി എല്ലാ സ്റ്റോണും കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവും. സോ ആദ്യത്തെ ഒരു ഇൻകേഷൻ എങ്ങനെയൊക്കെ ഇവർ തടഞ്ഞു, പക്ഷേ ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി പോയി. ഇനിയിപ്പോൾ ഇതേ പരിപാടി ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് ഈ ഒരു ഇൻകേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭൂമിയെ തള്ളി അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ഇവർക്ക് ആ ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന എർത്തിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ സ്പ്ലിറ്റപ്പ്, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അമേരിക്ക ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സ്പെല്ലിട്ട് ക്യാപ്റ്റൻ അമേരിക്കനെ കംപ്ലീറ്റ്ലി ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ട് മറന്ന് കളയിപ്പിച്ചിട്ട് മൂപ്പര് ഇലുമിനാറ്റി ടീമിന് ചവിട്ടിപ്പുറത്താക്കും. സോ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഒരു ഇലുമിനാറ്റി ടീം ഉണ്ടെന്നോ അവരിതിനെങ്ങനെ കൊല്ലാൻ പോകുന്നുണ്ടെന്നോ ഒരു ഐഡിയ ഇല്ല. ആൻഡ് ഹീ സെപ്പറേറ്റ്ലി മേക്സ് എ ന്യൂ അവഞ്ചേഴ്സ് ടീം. ഇപ്പോൾ അവഞ്ചേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോയി ഇതുപോലെ മൾട്ടിവേഴ്സ് മുഴുവനായിട്ട് നശിക്കാൻ പോവുകയാണ്. സോ അവഞ്ചേഴ്സിൽ ഇതുപോലെ കുറേ ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് പുതിയ കുറേ ആൾക്കാരെ ഈ അവഞ്ചേഴ്സ് ടീമിലെടുത്ത് മൂപ്പർ ആ അവഞ്ചേഴ്സ് മാത്രം നോക്കിക്കൊണ്ട് പോകും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. ഇതേ സമയത്ത് ഇലുമിനാറ്റി ടീമാണെങ്കിൽ വേറൊരു നിവൃത്തിയില്ലാതെ തൊട്ടപ്പുറത്ത് വരുന്ന മറ്റർത്ഥകളെ ഡിസ്ട്രോയ് ചെയ്യാൻ പോകും. അതിന് ഇനീഷ്യലി എല്ലാവരും ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ നെമോറാണ് ഒരു ആൻറ്റി മാറ്റർ ബോംബ് വെച്ച് ആ ഒരു യൂണിവേഴ്സിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക. അവിടെയുള്ള എല്ലാവരും മരിച്ചു. സോ ഈ ഒരു ഇൻസിഡൻറ്റ് തന്നെ ഇലുമിനാറ്റി ടീമിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യരുത്, ഇനി നമ്മൾ ഈ ബില്യൺ കണക്കിന് ആൾക്കാരെ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള അവിടുത്തെ ആൾക്കാരെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ സ്പ്ലിറ്റായി കുറേ പ്രശ്നങ്ങളുണ്ടായി. ഇതിൻ്റെ ഇടയിൽ പിന്നെയും ഇതുപോലെ ഒരു ഇൻകേഷൻ വന്ന സമയത്ത് ഗ്രേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറൊരു എർത്തിലെ ഇതുപോലത്തെ സൂപ്പർ ഹീറോ ടീംസ് അത് ആ ഒരു എർത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ നെമോർ ഡിസ്ട്രോയ് ചെയ്തപ്പോൾ ഇലുമിനാറ്റി ടീം നെമോറിനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. ഇലുമിനാറ്റി ടീമിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കി. സോ നെമോർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മൂപ്പര് പോയിട്ട് കബാൽ എന്ന് പറഞ്ഞ വേറൊരു ടീം ഉണ്ടാക്കും. നമ്മുടെ താനോസും പ്രോക്സിമ മിഡ്നൈറ്റൊക്കെ ഉള്ള ആ ഒരു താനോസിൻ്റെ നേതൃത്വത്തിലുള്ള വേറൊരു സെപ്പറേറ്റ് സൂപ്പർ ഹീറോ ടീം ഉണ്ടാക്കും, നമ്മുടെ കബാൽ എന്ന് പറയും. ഇവരുടെ പരിപാടിയാണെങ്കിൽ യൂണിവേഴ്സുകളെല്ലാം പറന്ന് നടന്ന് എല്ലാ യൂണിവേഴ്സിലും ഇതുപോലെ ഇൻകേഷൻ നടക്കാൻ പോകുന്ന എല്ലാ അർത്ഥങ്ങളും കംപ്ലീറ്റ്ലി അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാം. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിലൊരു ആനന്ദം കണ്ടു എന്ന് തന്നെ പറയാം ഈ കബാൽ ടീം. അങ്ങനെ പറ എല്ലാ യൂണിവേഴ്സുകളെയും എല്ലാ അർത്ഥങ്ങളും ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഇൻകേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ അവസാനം നമ്മുടെ എർത്ത് 616 എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സും ദെൻ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് എന്ന് പറയുന്ന എർത്ത് 1610 എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിവേഴ്സുകൾ മാത്രം അവശേഷിക്കുകയാണ്, മാത്രം ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഈ 616 അതേപോലെ തന്നെ ഈ 1610 ഈ അൾട്ടിമേറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിലും ഇതേപോലെ നമ്മുടെ പോലത്തെ സൂപ്പർ ഹീറോസ് ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതേപോലെ സാധനം അവരും ചെയ്യാൻ ഉദ്ദേശിച്ചു. സോ കംപ്ലീറ്റ് അവർ ഇൻകേഷൻ തുടങ്ങിയ സമയത്ത് അവർ 8 മണിക്കൂറിന് ടൈം വിൻഡോ ഉണ്ട്. രണ്ട് യൂണിവേഴ്സ് ഒരുമിച്ചു. ആ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും അറ്റാക്ക് തുടങ്ങി. രണ്ട് സെറ്റ് ഓഫ് അൾട്ടിമേറ്റ് സൂപ്പർ ഹീറോസും കൂടി വൻ ബാറ്റിൽ നടക്കുകയാണ് മാൻഹാട്ടനിൽ വെച്ച്. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ കാര്യം, ഞാൻ ഈ പറഞ്ഞ ബിയോണ്ടേഴ്സ് ഈ ഒരു ഇൻകേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോളിക്യൂൾ മാൻ്റെ സഹായത്തോടെയാണ്. അതായത് ഇവർ ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ എല്ലാ യൂണിവേഴ്സിലും ഓരോ മോളിക്യൂൾ മാൻസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓവൻ റീസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറാണ് മോളിക്യൂൾ മാൻ എന്ന് പറയുന്നത്. ഈ ഒരു മോളിക്യൂൾ മാൻസിനെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മോളിക്യൂൾ മാൻ എന്ന് പറയുന്നത് ഒരു ടൈം ബോംബാണ്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിൽ ആ ഒരു മോളിക്യൂൾ മാനെ വെച്ചിട്ട് ഇവർക്ക് ഈ യൂണിവേഴ്സ് ഡിസ്ട്രോയ് ചെയ്യാം. അങ്ങനെയാണ് ഇവർ ഇൻകേഷൻ പരിപാടി നടത്തുന്നത്. അപ്പോൾ മോളിക്യൂൾ മാനാണ് ഇതിന് കാരണം എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചോ. സോ ഈ ഇൻകേഷൻ നടക്കുകയാണ്. ഈ രണ്ട് വേൾഡ് തമ്മിൽ വൻ ബാറ്റിൽ നടക്കുകയാണ്, വൻ യുദ്ധം. ഇവിടെ അവിടെ നിന്ന് ഇപ്പോൾ ഈ അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ നിന്ന് നിക് ഫ്യൂരിയും അവരുടെ ടീം കംപ്ലീറ്റ്ലി ടോണി സ്റ്റാർക്കിനൊക്കെ ഇറക്കി, അയൺമാനൊക്കെ ഇറക്കി, വേറെ വേരിയൻറ്റ് അയൺമാനൊക്കെ ഇറക്കി വൻ യുദ്ധം കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇവർ ഇവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്യുക. എല്ലാ ലെവൽ ഓഫ് സൂപ്പർ ഹീറോസ് ഉണ്ട്. ഇപ്പോൾ ഹൾക്കും ഷീഹൾക്കൊക്കെ ഉണ്ട്. അവരൊക്കെ വൻ രീതിയിൽ ആകാശത്ത് കിടന്ന് യുദ്ധം നടത്തുമ്പോൾ താഴേക്കിടയിൽ നമ്മുടെ ഇപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയും
നമ്മുടെ പണിഷറും ഒക്കെ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ അവർ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൂക്ക് കേജും അയൺ ഫിസ്റ്റും അങ്ങനത്തെ ഉള്ളവരൊക്കെ തന്നെ താഴെക്കടയിൽ മറ്റേ സാധാരണ ആൾക്കാരൊക്കെ രക്ഷിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള വൻ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ 2 യൂണിവേഴ്സിലും 2 ലൈഫ് റാഫ്റ്റുകൾ 2 ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മെയിൻലി നമ്മുടെ റീഡ് റിച്ചാർഡ്സ്, നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് ആണ് ഈ ഒരു യൂണിവേഴ്സിൽ 616 ഒരു ലൈഫ് റാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൂപ്പർക്കറിയാം എന്തൊക്കെ നടന്നാലും ഒരു പക്ഷേ ഇനി രക്ഷപ്പെടാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം, ഈ ഒരു മൾട്ടിവേഴ്സിൻ്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞ് മൂപ്പർ ഒരു ലൈഫ് റാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സ്പേസ് ഷിപ്പ്. ഇതേപോലെ മറ്റ് യൂണിവേഴ്സിലും 1610 ഒരു ലൈഫ് റാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിലുള്ള റീഡ് റിച്ചാർഡ്സ്, അതായത് നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് പോലെ തന്നെ ആ യൂണിവേഴ്സിലെ മേക്കർ എന്ന് പറയുന്ന നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു ലൈഫ് റാഫ്റ്റും ഉണ്ട്. ഈ ഒരു വൻ യുദ്ധം നടന്നു. നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിലുള്ള ഹൾക്കും ഷീകളൊക്കെ ചാടിപ്പോയി അപ്പുറത്തെ യൂണിവേഴ്സിലുള്ള നമ്മുടെ ഈ ഷീൽഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫുള്ളായിട്ട് അടിച്ച് തകർക്കുകയാണ്, അവർ കംപ്ലീറ്റ്ലി നശിക്കുകയാണ്. അങ്ങനത്തെ ഈ വൻ ബാറ്റിൽ നടന്നു. ഇവർ കുറച്ച് ജയിക്കാറായി, അവർ കുറച്ച് തോക്കാറായി. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായാലും എന്തൊക്കെ നടന്നാലും അവസാനം ഇൻകേഷൻ നടന്നു, ഭൂമി തമ്മിൽ കൊളൈഡായി. ഈ ഒരു ലൈഫ് റാഫ്റ്റുകൾ തമ്മിൽ അപ്പുറത്തേക്കും എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവർക്കും കുറേ പ്രശ്നങ്ങൾ വന്നു. ഈ ഒരു നമ്മുടെ ഫെൻറ്റാസ്റ്റിക് പറഞ്ഞ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക്കിൻ്റെ ഫുൾ ടീം അതിനകത്തുണ്ട്. അവർ മൂപ്പര് അവസാന സമയത്ത് ഇൻകേഷൻ കംപ്ലീറ്റ്ലി തീരാൻ പോകുന്ന സമയത്ത് മൂപ്പരെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെ ഫുള്ളായിട്ട് ഈ ഒരു ലൈഫ് റാഫ്റ്റിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ മറ്റ് സൈഡാണെങ്കിൽ നമ്മൾ മേക്കറിൻ്റെ കൂടെ അവിടുത്തെ ലൈഫ് റാഫ്റ്റിലുള്ളതാണെങ്കിൽ നമ്മുടെ കബാൽ ടീം, ഞാൻ ആദ്യം പറഞ്ഞില്ല ഇവിടെ ഇല്ലുമിനാറ്റി ഉള്ള പോലെ തന്നെ നമ്മുടെ കബാൽ ടീം എത്തിയിട്ടുണ്ട്. ഈ ഒരു ടീം ആ യൂണിവേഴ്സിലേക്ക് എത്തുന്നത് അതിന് മുമ്പുള്ള കഥയാണ്, അതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. സോ കബാൽ ടീം മറ്റ് യൂണിവേഴ്സിൽ ഈ 1610 ലൈഫ് റാഫ്റ്റിലുണ്ട്. ഇപ്പുറത്ത് ഇവർ നമ്മുടെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് ഈ ഒരു ടീം നമ്മുടെ ഇവിടുത്തെ ഉള്ള സൂപ്പർ ഹീറോസൊക്കെ തന്നെ, ബ്ലാക്ക് പാന്തർ ഉൾപ്പെടെയുള്ള മറ്റ് സ്പൈഡർമാനും ഒക്കെ ഉള്ള മറ്റ് സൂപ്പർ ഹീറോസൊക്കെ തന്നെ 616 ലൈഫ് റാഫ്റ്റിലുണ്ട്. സോ ഒരു ഇൻകേഷൻ സമയത്തുണ്ടാകുന്ന വലിയ ലൈറ്റ്നിങ്ങിൽ നമ്മുടെ ഈ 616 ലൈഫ് റാഫ്റ്റ് ഒന്ന് ഡാമേജ് ആവുന്നുണ്ട്. അതിലൊരു പീസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോകും. ആ ഡിസ്ട്രോയ് ആയ പീസിൽ കൂടെ സൂസൻ സ്റ്റോം, നമ്മുടെ റീഡ് റിച്ചാർഡ്സിൻ്റെ ഭാര്യ സൂസൻ സ്റ്റോം, ഫ്രാങ്ക്ലിൻ മൂപ്പറുടെ മകൻ, വലേറിയ മൂപ്പറുടെ മകൾ, ദെൻ നമ്മുടെ ജോണി സ്റ്റോം മൂപ്പറുടെ ബ്രദർ, ദെൻ മറ്റേ ബെൻ ഗ്രിം, അവർ ഫെൻറ്റാസ്റ്റിക് ഫോർ ടീമിൽ റീഡ് റിച്ചാർഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് മരിക്കും. അവർ സെപ്പറേറ്റ് ആയിട്ട് അവർ മരിക്കും. ഈ ലൈഫ് റാഫ്റ്റ് അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ അറ്റ് ലാസ്റ്റ് കംപ്ലീറ്റ്ലി എവറിത്തിങ് വാസ് ഡിസ്ട്രോയ്ഡ്. ഇനി ഒന്നുമില്ല, എല്ലാ യൂണിവേഴ്സും മരിച്ചു. ഇനിയിപ്പോൾ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇറ്റ്സ് ടോട്ടൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. അപ്പോഴാണ് അവിടെ നിന്ന് ചെറിയ പ്രകാശം വരുന്നത്. ആ പ്രകാശം ഇങ്ങനെ വലുതായി വന്നു. അതൊരു ഭൂമിയായിട്ടുണ്ടായി വന്നു, അതിനകത്ത് ജീവൻ വന്നു. ആൻഡ് അതിനകത്ത് പല ടൈപ്പിലുള്ള മനുഷ്യന്മാരുണ്ട്. ഈ മൾട്ടിവേഴ്സ് മുഴുവനായിട്ട് നശിച്ചെങ്കിലും ഒരു ഭൂമി മാത്രം, ഒരു വേൾഡ് മാത്രം ഇവിടെ ബാക്കിയുണ്ട്. ആൻഡ് ആ വേൾഡ് ഉണ്ടാക്കിയിട്ടുള്ള ദൈവം, ആ ഒരു വേൾഡിലെ ആ ഒരു ദൈവത്തിന്റെ കൊട്ടാരത്തിൽ വേൾഡ് ട്രീ ആയിട്ടുള്ള എഗ്ഡ്രസിൽ ട്രീ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ ത്രോണിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് ആ ദൈവം വേറെ ആരുമല്ല, സാക്ഷാൽ ഡൂം, ഡോക്ടർ ഡൂം അല്ല, ഹി ഈസ് നൗ ദി ഗോഡ് എംപറർ ഡൂം. സോ ഈ ട്വിസ്റ്റ് എന്താണ്, ഇതെന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഡൂം എന്താണെന്ന് അറിയാം. നമ്മൾ ഡൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്ക് സ്റ്റോറിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. ഡൂം മറ്റേ ലാറ്റ്വേറിയയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹീസ് ജസ്റ്റ് എ ഹ്യൂമൻ. ആളുടെ ആർച്ച് എനിമിയാണ് റീഡ് റിച്ചാർഡ്സ്. സോ മൂപ്പർക്ക് പണ്ട് മുതലേ മിസ്റ്റിക്കൽ ആർട്സും മാജിക്കൽ പവേഴ്സും അതേപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള എബിലിറ്റീസും ഒക്കെ ഒരുപാടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഡോക്ടർ ഡൂം. സോ ആൾ ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബിയോണ്ടേഴ്സിനെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അവരെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് അവരുടെ പവർ മുഴുവൻ അക്വയർ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മൂപ്പര് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു മോളിക്യൂൾമാൻ്റെയും നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെയും സഹായത്തോടെയാണ്. നമ്മൾ ഇലുമിനാറ്റി ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അതിൻ്റെ ഇടയിൽ സ്പ്ലിറ്റ് ആയി പോയി എന്ന് പറഞ്ഞിരുന്നു. സോ ഇങ്ങനെ മൂപ്പര് ഡയറക്റ്റ്ലി ഡോക്ടർ ഡൂമിൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്ന് ഇവരുടെ 3 പേരുടെ മെയിൻ ഐഡിയോളജി എന്തായിരുന്നു വെച്ചാൽ ഈ ഒരു ഇൻകേഷൻ ഇവർക്ക് തടുക്കാൻ പറ്റില്ല. ഇൻകേഷൻ ഈ ബിയോണ്ടേഴ്സ് തുടങ്ങി വെച്ചാണ്, അത് എന്ത് ചെയ്താലും തടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഇൻകേഷനിൽ നിന്ന് കുറച്ച് ലൈഫ് ഫോം എങ്കിലും സസ്റ്റെയിൻ ചെയ്ത് രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഇവർ പരിപാടിക്ക് ഇറങ്ങുന്നത്. സോ ഇവർ ബിയോണ്ടേഴ്സിനെ നേരിട്ട് കാണും. ഈ ഒരു മോളിക്യൂൾമാൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ബിയോണ്ടേഴ്സിനെ കംപ്ലീറ്റ്ലി കൊല്ലും. ഇതെങ്ങനെ ചെയ്യുന്നു വെച്ചാൽ മൾട്ടിപ്പിൾ യൂണിവേഴ്സിലുള്ള മോളിക്യൂൾ മാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾ മാനാണ് ഈ ഒരു ടൈം ബോംബ്. ഇവർ ഓരോ മോളിക്യൂൾ മാനായിട്ട് ഇവരുടെ കയ്യിലുള്ള മെയിൻ ഈ ഓവർഡ്രീവ്സ് എന്ന് പറഞ്ഞ മോളിക്യൂൾ മാനെ വെച്ച് ഈ എല്ലാ യൂണിവേഴ്സിലെയും മോളിക്യൂൾ മാൻസിനെ ഓരോന്നായിട്ട് കൊന്നു. അത് കഴിഞ്ഞ് അവസാനം കുറച്ച് മോളിക്യൂൾ മാൻസിനെ ഒരുമിച്ച് കൂട്ടി ഈ ഒരു ബിയോണ്ടേഴ്സിനെ കംപ്ലീറ്റ്ലി ഒരുമിച്ച് അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്ത് അവരുടെ പവർ മുഴുവൻ അക്വയർ ചെയ്യാണ് നമ്മുടെ ഡോക്ടർ ഡൂം. ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ ഉണ്ട്, മോളിക്യൂൾ മാനും ഉണ്ട്. ഈ ഡോക്ടർ സ്ട്രേഞ്ചിന് വേണമെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പവർ മുഴുവൻ എടുക്കുമായിരുന്നു. പക്ഷെ ആൾ അതിലൊന്നും ഇൻ്റർഫിയർ ചെയ്യാതെ കൈയും കെട്ടി കൂടെ നിന്നു. ആളൊരു റൈറ്റ് ഹാൻഡ് പോലെ കൂടെ നിന്നു. ദെൻ ഡോക്ടർ ഡൂം കംപ്ലീറ്റ്ലി അവർ പവർ മുഴുവൻ അക്വയർ ചെയ്തു. ഈ ഒരു ഇൻകേഷനിൽ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്ത യൂണിവേഴ്സുകളിൽ നിന്നെല്ലാം
ഓരോരോ കുറച്ച് പീസുകൾ എടുത്ത് കംപ്ലീറ്റ്ലി പുതിയൊരു വേൾഡ് ഉണ്ടാക്കി. ആ ഒരു വേൾഡിനാണ് ബാറ്റിൽ വേൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബാറ്റിൽ വേൾഡിനെ പറ്റി പറയാനാണെങ്കിലും ഒരുപാടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീക്രട്ട് വാർസ് കോമിക്സ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മാർവലിൽ പല യൂണിവേഴ്സുകളുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു യൂണിവേഴ്സിലെല്ലാം തന്നെ ഓരോരോ പീസുകളാണ് ഈ ഒരു ബാറ്റിൽ വേൾഡ്. ഫോർ എക്സാമ്പിൾ ഹൾക്ക് മാത്രമുള്ളൊരു സ്ഥലം ഉണ്ടാവും, സ്പൈഡർമാൻ മാത്രമുള്ളൊരു സ്ഥലം ഉണ്ടാവും, ദെൻ ആർമറുള്ള അയൺമാൻസ് മാത്രമുള്ളൊരു സ്ഥലം ഉണ്ടാവും, തോർസ് മാത്രമുള്ളൊരു സ്ഥലം ഉണ്ടാവും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള മറ്റ് മാർവൽ കോമിക്സിലെ സെപ്പറേറ്റ് സ്പിൻ ഓഫ് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഓൾഡ് മാൻ ലോഗൻ, പ്ലാനറ്റ് ഹൾക്ക് എന്നൊക്കെ പറഞ്ഞുള്ള മറ്റ് കോമിക്സിലെല്ലാം തന്നെ ഇൻസ്പയർ ആയിട്ട് അങ്ങനത്തെ വേൾഡുകളെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്ത് മാർവലിനെ മൾട്ടിവേഴ്സിൽ ഈ ഇൻകേഷനിൽ ഡിസ്ട്രോയ് ചെയ്ത മറ്റ് യൂണിവേഴ്സുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വേൾഡാണ് ഈ ബാറ്റിൽ വേൾഡ്. ഇത് ഉണ്ടാക്കിയത് തന്നെ ഈ പറയുന്ന ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മോളിക്യൂൾ മാൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഡോക്ടർ ഡൂമാണ്. ഈ ഒരു ബാറ്റിൽ വേൾഡ് ഒരു കംപ്ലീറ്റ് പിക്ചർ അല്ല, അതൊരു ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റി പോലെയാണ് ഈ ഒരു ഡോക്ടർ ഡൂം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ വേൾഡ് ഫുൾ പെർഫെക്റ്റ് അല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സിവിൽ വാർ വേൾഡ് അങ്ങനത്തെ പല വേൾഡുകളാണെങ്കിലും പല സെപ്പറേറ്റ് റീജിയൻസ് ആയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ മൂപ്പരും ഒരുമിച്ചല്ല കൺട്രോൾ ചെയ്യുന്നത്. ഈ ഓരോ റീജിയൻസിനും കൺട്രോൾ ചെയ്യാൻ ഓരോരോ ബാരൻസിന് മൂപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടുത്തെ ലോക്കൽ ലാൻഡ് ലോഡ്സ് എന്ന് പറയും, ആ റീജിയൻ നോക്കേണ്ടത് ഇന്ന ബാരൻസ് ആണ്. ഈ ബാരൻസ് ആണ് ഡയറക്റ്റ്ലി വന്ന് ഇവരോട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഡോക്ടർ ഡൂമിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് മൂപ്പർ ആ ഒരു വേൾഡിൻ്റെ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലെല്ലാത്തിനും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേൾഡിൻ്റെ കംപ്ലീറ്റ് ദൈവമായിട്ടാണ് ഡോക്ടർ ഡൂം സ്വയം മൂപ്പർ വിചാരിച്ചിട്ടുള്ളത്, മൂപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളതും ഈ ഒരു വേൾഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡോക്ടർ ഡൂമാണ്. അവർക്ക് ഈ ഒരു ഇൻകേഷനെ പറ്റിയിട്ടുള്ള ഇവൻസിൻ്റെ ഒരു ഐഡിയ ഇല്ല, എല്ലാവരും മറന്നു കളഞ്ഞു. അവർ കംപ്ലീറ്റ്ലി ഇവരുടെ ഒരു മെമ്മറി ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്തു തന്നെ പറയാം. സോ അവർ നോക്കുമ്പോൾ ഡോക്ടർ ഡൂമാണ് ഈ ഒരു യൂണിവേഴ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു ബാറ്റിലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എർത്തിന് തന്നെ ഈ ഒരു ദൈവം. സോ ദൈവം ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ദൈവം ഓരോന്ന് ഉണ്ടാക്കി എന്നുള്ള സെറ്റപ്പിലാണ് ഡോക്ടർ ഡൂം ഇരിക്കുന്നത്. സോ എല്ലാവരും മൂപ്പര് വർഷിപ്പ് ചെയ്യണം, തൻ്റെ താഴെയാണ് എല്ലാവരും എന്നതാണ് ഈ ഡോക്ടർ ഡൂമിൻ്റെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് മൂപ്പര് ഒരു വില്ലൻ റോളിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ താനോസ് വാസ് റൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കണക്കിന് നോക്കിയാൽ ഡോക്ടർ ഡൂം വാസ് ഗുഡ്. മൂപ്പര് ആക്ച്വലി ഡിസ്ട്രോയ് ചെയ്യല്ല, സസ്റ്റെയിൻ ചെയ്യുമായിരുന്നു. കുറച്ച് പേരെങ്കിലും ബാക്കി നിർത്തുക എന്നുള്ള രീതിയിലായിരുന്നു മൂപ്പര് വേൾഡ് ഉണ്ടാക്കിയത്. പക്ഷേ മൂപ്പരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റീഡ് റിച്ചാർഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നേരെ ഈഗോ വെർഷനായിട്ടുള്ള ഈ ഡോക്ടർ ഡൂമിനെ എല്ലാവരെയും കൺട്രോൾ ചെയ്യണം. മൂപ്പരാണ് എല്ലാത്തിൻ്റെ മുകളിൽ, മൂപ്പരുടെ താഴെ മാത്രമാണ് എല്ലാവരും, മൂപ്പർ പറയുന്ന എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലുള്ളൊരു ക്യാരക്ടറാണ് ഈ ഡോക്ടർ ഡൂം. ദാറ്റ് വാസ് ദ മെയിൻ ഈവിൾ സൈഡ് ഓഫ് ഡോക്ടർ ഡൂം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഗോഡ് എംപറർ ഡൂമായിട്ടാണ് ഡോക്ടർ ഡൂമിനെ മൂപ്പർ എന്നെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മൂപ്പരുടെ ആ ഒരു കാസലിനെ, മൂപ്പരുടെ ആ ഒരു കൊട്ടാരത്തിനെ ഡൂം സ്റ്റേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഡൂം കാസിൽ എന്ന് പറഞ്ഞൊരു കൊട്ടാരം മൂപ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ മൂപ്പരുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, പിന്നെ ഈ മോളിക്യൂൾ മാൻ, ഇത്രയും ആൾക്കാർക്ക് മാത്രമേ ഈ പരിപാടി എന്താ നടന്നതെന്നൊരു ഐഡിയ ഉള്ളൂ. ബാക്കി എല്ലാവരും മറന്നുപോയെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോഴും ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ഈ ഒരു ബാറ്റിൽ വേൾഡിൽ മൂപ്പരുടെ ഷെറീഫ് ഓഫ് അഗമോട്ടോ, അതായത് മൂപ്പരുടെ തൊട്ട് താഴെ ഡോക്ടർ ഡൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ഇതിന് ഈ പറഞ്ഞു പല റീജിയൻസ് ഉണ്ട്. ഈ ഒരു പല റീജിയൻസിലും ഓരോരോ ബാരൻസിനെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഡയറക്റ്റ്ലി വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിനോടാണ്. ഈ നമ്മുടെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിലും മറ്റേ സാങ്ക്ടോറും ഉണ്ട്. എങ്ങനെയായിരുന്നോ മറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ ഒരു പീസ് ഉണ്ട്, മാൻഹാട്ടൻ്റെ ഒരു പീസ് ഉണ്ട്. അങ്ങനത്തെ ഓരോരോ പീസുകളാണ് ഈ ഒരു ബാറ്റിൽ വേൾഡിൽ കംപ്ലീറ്റ്ലി ചതറി കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവൽ ഇവർക്ക് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി എല്ലാവരെയും നോക്കാനുള്ള ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് തോറാണ്. ഒരു കൂട്ടം തോറുകളാണ്, തോർ കോപ്സ് എന്ന് പറയും. ഇവരാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ഒരു പോലീസ് സിസ്റ്റം ഫുള്ളായിട്ട് ചെയ്യുന്നത്. സോ ഈ മൾട്ടിവേഴ്സിൽ പല സ്ഥലത്ത് പല തോറുകളുണ്ട്. എല്ലാ തോറുകളും കൊണ്ട് ഒരുമിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ദി മൈറ്റിയസ്റ്റ് ഹീറോ, ഏറ്റവും അധികം സൂപ്പർ പവറുള്ള ഹീറോസിൽ ഒന്ന് തന്നെ ഈ ഒരു മെയിൻ പരിപാടിക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്, പോലീസ് ഫോഴ്സായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ബാറ്റിൽ വേൾഡിൽ മൂപ്പറുടെ വൈഫാണ് സൂസൻ സ്റ്റോം. ഞാൻ പറഞ്ഞു മറ്റേ അവർ ലൈഫ് റാഫ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻകേഷൻ സമയത്ത് നമ്മുടെ റിച്ചാർഡ്സ് വരായിരുന്ന ലൈഫ് റാഫ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയിരുന്നു. അവർ ഡിസ്ട്രോയ് ആയ പോർഷൻ ചെയ്ത് മിസ്റ്റർ ഫാന്റാസ്റ്റിക് വെച്ച് ബാക്കി എല്ലാവരും സെപ്പറേറ്റ് ആയി പോയി എന്ന് പറഞ്ഞിരുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് പുൾ ഓഫ് ചെയ്ത് ഈ ഒരു ബാറ്റിൽ വേൾഡിൽ മൂപ്പർക്ക് പറ്റാതിരുന്ന സാധനം, മറ്റേ റിയൽ വേൾഡിൽ പറ്റാതിരുന്ന പരിപാടി മൂപ്പർ ഇതിൽ ചെയ്യുകയാണ്. മിസ്റ്റർ ഫാന്റാസ്റ്റിക് എങ്ങനെയായിരുന്നു മൂപ്പറുടെക്കാട്ടിൽ സുപ്പീരിയർ ആയിട്ടുള്ള ലൈഫ് വേണമെന്നുള്ള ആ ഒരു മൈൻഡ് പണ്ട് മുതലേ ഇവർ തമ്മിലുള്ള ആർച്ച് എനിമീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ മൂപ്പറുടെ വൈഫിനെടുത്ത് മൂപ്പർ ഇപ്പോൾ വൈഫാക്കി. കാരണം സൂസ്റ്റോമിന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ആർക്കും ഓർമ്മയില്ല. റീഡിൻ്റെ മക്കളാണ് ഫ്രാങ്ക്ലിനും വലേറിയാണ് ഇപ്പോൾ ഡൂമിൻ്റെ മക്കൾ. ദെൻ നമ്മുടെ ജോണി സ്റ്റോം, ഈ ഒരു ക്യാരക്ടറിനെ ഈ ഒരു ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കുന്ന ഒരു ക്രിയേഷൻ ടൈമിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ്ലി ആയിട്ട് അബാൻഡൻ ചെയ്ത് മൂപ്പരെ ഈ ഒരു വേൾഡിന് തന്നെ സൂര്യനായിട്ട് കൊണ്ടുവച്ചു. അതായത് നമ്മുടെ ഒരു ഭൂമിക്ക് സൂര്യനുള്ള പോലെ തന്നെ ഈ ഒരു വേൾഡിൻ്റെ കംപ്ലീറ്റ് പ്രകാശം, മെയിൻ ലൈറ്റ് സോഴ്സ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ജോണി സ്റ്റോമാണ്.
ഒരു തീയാണല്ലോ, അപ്പോൾ തീയായിട്ട് കൊണ്ട് വെച്ചു. ദെൻ ഈ ഒരു ഭൂമിക്ക് കംപ്ലീറ്റ്ലി ഒരു ചന്ദ്രൻ വേണം, ഒരു മൂൺ വേണം. അത് നമ്മുടെ നോവേർ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ട്. ഈ ഒരു പ്ലാനറ്റിൻ്റെ ഈ ഒരു ബാറ്റിൽ വേൾഡിൻ്റെ മൂണായിട്ട് കൊണ്ട് വെച്ചിട്ടുള്ളത്. സോ ഒരു പ്രോപ്പർ യൂണിവേഴ്സ് എങ്ങനെയായിരിക്കും അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഈ ഫാന്റാസ്റ്റിക് ഫോറിൽ ബെൻ ഗ്രിം എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ഒരു ക്യാരക്ടറിനെ നമ്മുടെ ഇതിൽ തന്നെ ഈ ഒരു ബാറ്റിൽ വേൾഡിൽ തന്നെ ഒരു സെപ്പറേറ്റ് 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ മാർവൽ സോംബീസ് ഉള്ളൊരു സെഗ്മെൻറ്റ് ഉണ്ട്, ദെൻ നമ്മുടെ അൾട്രോൺ കൺട്രോൾ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെ 2-3 സെപ്പറേറ്റ് ഭയങ്കര അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അതിനെ കംപ്ലീറ്റ്ലി ഒരു ഷീൽഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത്, ഈ വേൾഡിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക ഒരു ഷീൽഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു ഷീൽഡിൻ്റെ കാവൽക്കാരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഷീൽഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ ബെൻ ഗ്രിമിനെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ ബെൻ ഗ്രിം, ആൾക്കൊന്നും ഓർമ്മയില്ല, അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ഷീൽഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ വാളില്ല അതേ സെറ്റപ്പ് തന്നെ. അതിൻ്റെ അപ്പുറത്ത് മറ്റേ വൈറ്റ് വാക്കേഴ്സും ഈ ഒരു വൈഡ് ലിങ്ക്സ് ഒക്കെ ഉള്ളതെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ ഈ മാർവൽ സോംബീസിനൊക്കെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഈ ഷീൽഡിൻ്റെ ഇപ്പുറത്ത് ഈ ഷീൽഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷീൽഡ് നോക്കാനായിട്ടും വേറെ കുറേ ടീംസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ഒരു പ്രോപ്പർ ആ ഒരു വേൾഡ് കംപ്ലീറ്റ്ലി നടക്കുന്നത്. അങ്ങനെ ഡൂം ഈ ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 8 വർഷമായി. ആർക്കും ഒരു ഓർമ്മയില്ല. ഇവരെല്ലാവരുടെ വിചാരം ഗോഡ് എംപറർ ഡൂമാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാണ് ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിന് മുമ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇൻക്വേഷൻ ആ പരിപാടികളൊക്കെ ആകെ ഓർമ്മ ഉള്ളത് 3 പേർക്കാണ്. ഒന്ന് ഡോക്ടർ ഡൂമിനും, ദെൻ ഡോക്ടർ സ്ട്രേഞ്ചിനും, ദെൻ മോളിക്കുലർ മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ ഓവൻ റീവ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇവർ 3 പേരും കൂടി പോയിട്ടാണല്ലോ മറ്റേ ബിയോണ്ടേഴ്സിനൊക്കെ തോൽപ്പിച്ച് ഈ ഒരു പവേഴ്സും ഫുൾ അക്വയർ ചെയ്ത് ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത്. സോ ഈ ഓവൻ റീസ് ആണ് ഈ ഒരു എൻറ്റയർ ബാറ്റിൽ വേൾഡിൻ്റെ ഒരു പവർ സോഴ്സ് എന്ന് പറയും ഈ ഒരു മോളിക്കുലർ മാൻ. അപ്പോൾ ബാക്കിയുള്ളവരുടെ ആൾക്കാരെ നിന്ന് മറച്ച് ആളെ ഈ ഡൂം കാസിലുണ്ട്, ഡൂം ഇരിക്കുന്ന മൂപ്പരുടെ കൊട്ടാരം, ഈ കൊട്ടാരത്തിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ മോളിക്കുലർ മാനെ, വേറെ ആർക്കും അറിയില്ല. ഞാൻ ഡൂം ഇരിക്കുന്ന ഡൂമിൻ്റെ ഈ കാസലിൽ മറ്റേ യഗ്ഡ്രാസിൽ ട്രീ ഉണ്ട്, അതിലിരുന്നിട്ടാണ് അതിനെ ത്രോണാക്കി വെച്ചിട്ടാണ് മൂപ്പരുടെ ഭരണം നടത്തുക. സോ മൂപ്പർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റിൽ വേൾഡിൽ പല പല ബാരൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഓരോ കിങ്ഡം നോക്കാനായിട്ട് ഓരോ ആൾക്കാർ. സോ ഈ ബാരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഈ കിങ്ഡംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ തന്നെ മൂപ്പർ തീർക്കുക ഈ ഡൂം കാസിൽ വെച്ചിട്ടാണ്. മൂപ്പരുടെ ഈ തോറിൻ്റെ ആർമി മറ്റേ തോർകോപ്സ് എന്ന് പറഞ്ഞാൽ തോറുകൾ പോയിട്ട് വിളിച്ചിട്ട് വരും. സോ ഈ കോമിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ മിസ്റ്റർ സിനിസ്റ്ററും ദെൻ ക്യാപ്റ്റൻ ബ്രിട്ടനും തമ്മിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട് ഈ ക്യാപ്റ്റൻ ബ്രിട്ടൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ ഈ എന്തെങ്കിലുമൊക്കെ കുറ്റവിചാരണ കഴിഞ്ഞ് കുറ്റവാളിയാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ കൊല്ലാൻ നോക്കും, ഇല്ലെങ്കിൽ നമ്മുടെ വാളിൽ കയക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ ഇതേപോലെ ഇവർ ഷീൽഡിൽ കയക്കും. ഷീൽഡിൽ എന്ന് പറഞ്ഞാൽ ഷീൽഡിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചാടണം. ഒന്നില്ലെങ്കിൽ അവിടെ ഫുൾ ഈ സോംബി ഇൻഫെസ്റ്റഡ് ഏരിയ ആണ്, അൾട്രോൺ വരും, ഇങ്ങനെ വെനം വരും, അങ്ങനത്തെ ഫുൾ പ്രശ്നമുള്ള സിറ്റുവേഷനാണ് ഈ ഷീൽഡ് എന്ന് പറഞ്ഞാൽ. അതാണ് ഇവിടെയുള്ള, അങ്ങനെയാണ് ഇവരുടെ ഒരു റൂളും സെറ്റപ്പുകളൊക്കെ നടക്കുന്നത്. എല്ലാത്തിലുപരി എല്ലാവരും ഡൂമിനെ വർഷിപ്പ് ചെയ്യണം, തിരിച്ച് എതിർത്തൊന്നും പറയരുത്. ഒരു പ്രോപ്പർ ഫ്യൂഡൽ തെമ്മാടി എന്നുള്ള സെറ്റപ്പിലാണ് ഹീസ് എ ക്രിയേറ്റർ, ഹീസ് അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലാണ് ഡൂം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാവരും ആളെ വർഷിപ്പ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള സെറ്റപ്പിൽ ഈ തോറിൻ്റെ ഈ കോപ്സ് എന്ന് പറയുമല്ലോ, തോർ കോപ്സ് കുറേ വർഷങ്ങളായി, 8 വർഷങ്ങളായി. സോ ഈ തോർ കോപ്സിൽ പുതിയൊരു തോർ, ഒരു യങ് തോർ, ഈ മിയോനർ ആളുടെ ആ ഒരു പട്ടാഭിഷേകം, പുതിയൊരു മിയോനർ എടുത്ത് ഒരു പുതിയ കുഞ്ഞു തോറിനെ ഇവർ സ്വാഗതം ചെയ്യുന്ന സമയത്താണ് ഉട്ടോപോളിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ ഒരു കിങ്ഡത്തിൽ, ഉട്ടോപോളിസ് എന്ന് പറഞ്ഞ കിങ്ഡത്തിൽ ഒരു ചെറിയ ഭൂമിയിലേക്ക് ഉണ്ടാവുകയും അവിടെ നിന്ന് എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തോ ഒരു പുറത്ത് വരികയും അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷനായിട്ട് ഈ തോർസിൻ്റെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു റാഫ്റ്റ് പോലൊരു സെറ്റപ്പ് ഉണ്ട്. ഈ നമ്മുടെ ലൈഫ് റാഫ്റ്റില്ലേ, നമ്മുടെ ആ ഒരു ഇൻകേഷൻ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഉണ്ടാക്കിയ ലൈഫ് റാഫ്റ്റ്, അതിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവിടേക്ക് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് തോർസ്, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള നമ്മുടെ യങ് തോർ, പിന്നെ ഓൾഡ് കിങ് തോറും എന്നുള്ള മറ്റ് തോർസ് എല്ലാവരും കൂടി വന്ന് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലൈഫ് റാഫ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഓപ്പൺ ആവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു സ്പിയർ വരും. അത് വന്ന് ഡയറക്റ്റ്ലി ഈ ഒരു ഓൾഡ് കിങ് തോറിൻ്റെ നെഞ്ചാങ്കോടും അണ്ണാക്കൊക്കെ തുളച്ച് കയറും. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാക്ഷാൽ താനോസും സംഘമാണ്. ഇത് ആക്ച്വലി നമ്മൾ വിചാരിച്ച പോലെ അവഞ്ചേഴ്സിൻ്റെ ലൈഫ് റാഫ്റ്റ് അല്ല, ഇത് മറ്റേ അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന മറ്റേ കബാൾ ടീമാണ്. അവർ കംപ്ലീറ്റ്ലി ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന തോറുകളെല്ലാം തന്നെ അവർ കൊല്ലും. പക്ഷേ അവിടെ നിന്ന് യങ് തോർ മാത്രം രക്ഷപ്പെട്ടു. ഈ യങ് തോർ ഡയറക്റ്റ്ലി പോയിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഒരു കാര്യം പറയും. ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ സ്ഥലത്തും ഡോക്ടർ ഡൂം അല്ല ഡയറക്റ്റ്ലി പോയിട്ട് അന്വേഷിക്കുന്നത്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതൊക്കെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചാണ്. സോ ഡോക്ടർ സ്ട്രേഞ്ച് ഈ കാര്യം അറിഞ്ഞത് മൂപ്പർക്ക് എന്തോ ഡൗട്ട് അടിച്ചു, മൂപ്പർ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് വരും. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ താനോസും സംഘമൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി, അവർ വേറെ സ്ഥലത്തേക്ക്. ഇപ്പോൾ ഈ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് വന്ന് നോക്കിയപ്പോൾ ഈ ഷിപ്പിനകത്ത്, ഈ ഒരു നമ്മുടെ ലൈഫ് റാഫ്റ്റിനകത്ത് വേറൊരു ലൈഫും കൂടി ആരോ അതിനകത്തുണ്ട്. സോ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് അപ്പോൾ തന്നെ നീ ഇങ്ങോട്ട് വരണോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ തല പുറത്തേക്കിട്ട് നോക്കും സ്പൈഡർമാൻ, നമ്മുടെ പീറ്റർ പാർക്കർ അല്ല, മൈൽസ് മൊറാൽസ്.
നമ്മുടെ അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന സ്പൈഡർമാൻ ആണ്. സോ ആൾ വന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനോട്, അയ്യോ എൻ്റെ സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ല, എൻ്റെ ഭൂമിയുടെ മേലെ വേറെ എന്തോ ഭൂമി വന്ന സമയത്ത് ഞാൻ ചാടി കയറിയതിനകത്ത് കയറി വന്നാണ്, ഇവന്മാരൊക്കെ വേറെ ഏതോ യൂണിവേഴ്സിലുള്ളതെന്നൊക്കെ പറഞ്ഞതും ഡോക്ടർ സ്ട്രേഞ്ച് ഇത് കേട്ട് ഞെട്ടും. കാരണം ഇൻകേഷൻ അറിയുന്ന ഒരർത്ഥത്തിന് മേലെ വേറെ അർത്ഥ് വന്നു എന്നുള്ള ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ മൂപ്പര് ഞെട്ടി. കാരണം ദിസ് ഈസ് ബാറ്റിൽ വേൾഡ്, ഇവിടെ ആർക്കും ആ പരിപാടി അറിയില്ല, ഒരു ഐഡിയ ഇല്ല. മൂപ്പര് അപ്പം തന്നെ ഈ സ്പൈഡർമാനെയും മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു യങ് തോറിനെയും കൂട്ടിയിട്ട് നേരെ മൂപ്പരുടെ സാങ്ക്ടം സാങ്ക്ടോറം, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സ്ഥലമാണല്ലോ, എല്ലാ യൂണിവേഴ്സിലും ഉണ്ട് സാങ്ക്ടം സാങ്ക്ടോറം, മറ്റേ ഐൽ ഓഫ് അഗമോട്ടോ. ഇത് മൂപ്പര് ഹിഡൻ ആക്കി വെച്ചിരിക്കുക, ഇവൻ ഡോക്ടർ ഡൂമിന് പോലും അറിയാതെ മൂപ്പര് സീക്രട്ട് ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഐൽ ഓഫ് അഗമോട്ടോ, നമ്മുടെ ഈ സാങ്ക്ടം സാങ്ക്ടോറം, മൂപ്പരുടെ സാങ്ക്ടം സാങ്ക്ടോറം. അതിനകത്തേക്ക് ഇവരെ കൊണ്ട് പോയിട്ട് അതിനകത്ത് നോക്കിയപ്പോൾ ഇതേപോലെ വേറെ റാഫ്റ്റ് ഇവർക്ക് ഈ ചങ്ങായിക്ക് ഒരു 3 വർഷം മുമ്പേ ഇത് കിട്ടിയതാണ്. സോ ആ ഒരു റാഫ്റ്റ് അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആ റാഫ്റ്റ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും കുറേ സൂപ്പർ ഹീറോസ് വരും. നമ്മുടെ നോർമൽ എർത്ത് 616 ഉണ്ടായിരുന്ന റാഫ്റ്റ് ആയിരുന്നു അത്. മറ്റേ ഞാൻ ഈ പറഞ്ഞ പോലെ കബാൾ ടീമായിരുന്നു. സോ ആ റാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്ലാക്ക് പാന്തറും ക്യാപ്റ്റൻ മാർവൽ പോലെയുള്ള ലേഡി തോറോ പോലെയുള്ള മറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി വന്ന നമ്മുടെ റീഡ് റിച്ചാർഡ്സ് ഉൾപ്പെടെയുള്ള അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള മറ്റ് സൂപ്പർ ഹീറോസ് എല്ലാം തന്നെ ഇറങ്ങി വരും. അവരെ സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് എ സ്പ്ലിറ്റ് സെക്കൻഡ്, ഇപ്പോൾ കഴിഞ്ഞുള്ളൂ ഇൻകേഷൻ. പക്ഷേ അവർ ഈ സ്പേസിനും ടൈമിൻ്റെയും ഇടയിൽപ്പെട്ട് കിടക്കുമായിരുന്നു. ഒരു 8 വർഷം കഴിഞ്ഞു, ഇതാണ് പരിപാടി, ഇൻകേഷനായിരുന്നു. ഡൂമാണ് ഇപ്പോൾ ഇവിടുത്തെ ലീഡർ, അല്ലെങ്കിൽ മറ്റേ ഗോഡ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ റീഡ് റിച്ചാർഡ്സിനുള്ള കാര്യം മനസ്സിലായി. ഇവൻ പാണ്ട ഉടായ്പാണ്, ഇവൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇതായിരുന്നു. സോ ഇത്രയും കാലം അല്ലെങ്കിൽ ഡൂം എന്താണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് അവസാനം മൂപ്പർ ചെയ്തു. ഈസ് ദ ഗോഡ് എംപറർ ഡൂം എന്നുള്ളത് റീഡ് റിച്ചാർഡ്സ് ഒക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ടൈമിലാണ്. നമ്മുടെ സൈക്ലോപ്സും അങ്ങനെ എല്ലാവരും ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി നിൽക്കുന്ന ഇതേ ടൈമിലാണ് നമ്മുടെ കബാൾ ടീം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞില്ല. ഇവർ ഇതുപോലെ ഇത് ഏത് പ്ലാനറ്റ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ് ഒരു ഗുഹയിലിരുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തമ്മി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ സാധാരണ നമ്മളൊക്കെ സൂര്യൻ ചുറ്റുമാണ് ഭൂമി കറങ്ങുക, ഇതിന് പക്ഷേ നേരെ തിരിച്ച് ഈ ബാറ്റിൽ വേൾഡിൽ ഈ ഭൂമിക്ക് ചുറ്റുമാണ് നമ്മുടെ ഈ ജോണി സ്റ്റോം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള വേൾഡാണ് ഇത്. നോർമൽ വേൾഡ് അല്ല, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ തോർ കോപ്സ്, ഈ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അന്വേഷിക്കാൻ വിട്ട തോറിൻ്റെ ആർമി കംപ്ലീറ്റ്ലി അവിടേക്ക് വരും. അവിടെ വെച്ച് വൻ ബാറ്റിൽ നടക്കുകയാണ്. ഇതേ സമയത്ത് ഈ ബാറ്റിലിൻ്റെ ഇടയിൽ ഈ താനോസും ആർമിയൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് കൊല്ലും, ഈ തോറിൻ്റെ ആർമീനെയൊക്കെ ഭയങ്കരമായിട്ട് കൊല്ലുന്ന സമയത്ത് അവിടെ ഈ ഒരു വിവരം ഡൂമിനെ ഡയറക്റ്റ്ലി ടെലിപ്പോർട്ട് ചെയ്ത് ഒരു തോർ അറിയിക്കും. സോ ഇത് കേട്ടതും തോർ വലേറിനെയൊക്കെ കൂട്ടിയിട്ടും അവിടെ എന്താണ് സ്ഥിതിഗതികൾ, എന്താണ് അവിടെ നടക്കുന്നത് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോവാതെ ഒരു പ്രൊജക്ഷൻ വെച്ച് മൂപ്പരുടെ കാസിൽ തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തോറിൻ്റെ ആർമിയും ഈ കബാൾ ടീമും കൂടി വൻ ബാറ്റിൽ നടക്കുന്ന അതേ സമയത്തേക്ക് അവിടേക്ക് മറ്റേ പോർട്ടൽ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും കൂടെ ഈ മറ്റ് സൂപ്പർ ഹീറോസ് എല്ലാം കൂടി ചാടി വരും. മറ്റേ പീറ്റർ പാർക്കറും മൈൽസ് മൊറാൽസും സൈക്ലോപ്സും ദെൻ റീഡ് റിച്ചാർഡ്സ് എല്ലാം തന്നെ. റീഡ് റിച്ചാർഡ്സിനെ കണ്ടപ്പോൾ ഡൂമിന് കാര്യം മനസ്സിലായി. ഗൊമ്മാളെ, ഈ ബാറ്റിൽ വേൾഡ് മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ മുഴുവൻ ഞാൻ പരതി നോക്കിയത് നിന്നെയാണ്, നിന്നെ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല, ഏത് കിങ്ഡത്തിൽ പോയിട്ട് നീ അവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം കൈ കിട്ടിയെന്ന് പറഞ്ഞ് ഡൂം പഴയ ഒരു റിവഞ്ച് തരും. ഞാൻ പറഞ്ഞു റീഡ് റിച്ചാർഡ്സിൻ്റെ ആർച്ച് എനിമിയാണ് ഡോക്ടർ ഡൂം. ഒരു പണ്ട് മുതലേ അവരുടെ ഒറിജിൻ സ്റ്റോറി അത്ര വാസ്റ്റാണ്, അത് അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈവൻ ബാറ്റിൽ വേൾഡിലെ മറ്റ് യൂണിവേഴ്സുകളിൽ തന്നെ പറയാനാണെങ്കിൽ ഒരുപാട് പറയണം, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇതിപ്പോൾ സീക്രട്ട് വാർസിൻ്റെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ടൈമിൽ മാത്രമേ പറയുന്നു. സോ ഈ റീഡ് റിച്ചാർഡ്സിനെ കണ്ടതും ഡൂം എന്തായത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ സ്നാപ്പ് മൂപ്പരവിടെ എത്തി. ആ ഒരു വൻ ബാറ്റിൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഡൂം അവിടെ എത്തി. ഡൂം വന്നതും എല്ലാവരും കൂടെ ഞെട്ടി, ആരും അത് പ്രതീക്ഷിച്ചില്ല. ഈവൻ റീഡ് റിച്ചാർഡ്സും ആദ്യമായിട്ട് കാണുന്ന ഡൂം ഇങ്ങനെ ഗോഡായിട്ട് നിൽക്കുന്ന സെറ്റപ്പ്, ഡോക്ടർ സ്ട്രേഞ്ച് ഡൂമിനെ കണ്ട് ഞെട്ടി. എൻ്റെ മോൻ ഇവനിപ്പോൾ എങ്ങനെ അറിഞ്ഞത്, ഇങ്ങനെ വന്ന് പെട്ടു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും മരിക്കാൻ പോവാണ്. ഡൂം ഒറ്റ സ്നാപ്പിൽ എല്ലാത്തിനും അതിൻ്റെ ഇടയിൽ കൂടെ താനസ് ആയിട്ട് നീയാ ദൈവം, നിന്നെ അപ്പുറത്തെ ദൈവം കളിച്ചോടാ ഞാനെന്ന് പറഞ്ഞു ഡൂം ഇപ്പം എല്ലാത്തിനും തീർക്കെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൈക്ലോപ്സും ഫീനിക്സും കൂടി കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു എർത്ത് 616 എന്ന് വന്നുള്ള സൈക്ലോപ്സ്, ഗ്രീൻ ഫീനിക്സ് ഉണ്ടല്ലോ, മറ്റേ ഡാർക്ക് ഫീനിക്സ്, അതിൻ്റെ പവർ കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പോൾ സൈക്ലോപ്സ് വന്ന ഒരു ഫീനിക്സ് പ്ലസ് അവർ ലേസർ പവർ ഇട്ട് ഡൂമിനെ പെട്ടെന്നൊരു സഡൻ സ്ട്രൈക്ക് നടത്തി. വലിയ മാസ് കാണിച്ചാണ് സൈക്ലോപ്സ്, പക്ഷേ ഒറ്റ സ്നാപ്പിന് മൂപ്പരം കൊങ്ങ കയറി പിടിച്ച് സൈക്ലോപ്സിനെ കഴുത്തി അടിച്ച് അങ്ങോട്ട് കൊല്ലും. ഈ സമയത്ത് ഡോക്ടർ സ്ട്രേഞ്ച് ഈ സാധനം കൈവിട്ട് പോയി, ഇനിയിപ്പോൾ എല്ലാവരും തീരുന്നു പറഞ്ഞ് സൈക്ലോപ്സിന് ഡൂം കൊന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഈ തോർകോപ്സ് ഒഴിച്ച് ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങ് സെപ്പറേറ്റ് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും പല സ്ഥലത്തേക്ക്. ഈ ബാറ്റിൽ വേൾഡിൻ്റെ പല സ്ഥലത്തേക്ക് മൂപ്പരുടെ മാജിക് യൂസ് ചെയ്ത് ഇങ്ങനെ ചെതറിക്കും. അവിടെ നിന്ന് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു, ഡൂമിൻ്റെ കയ്യിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത് ഡോക്ടർ ഡൂമും ഈ മരിച്ചു കിടക്കുന്ന സൈക്ലോപ്സും പിന്നെ കുറേ തോറസും മരിച്ചു കിടക്കും. ജീവനോടെ ബാക്കിയുള്ളത് ഇവർ രണ്ടുപേരും മാത്രമാണ്, ബാക്കി എല്ലാവരും സ്കാറ്റർ ആയി പോകും. അങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ ഡൂം ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഇത്രയും അറിഞ്ഞിട്ട് നീ ഇതെന്തിനു ചെയ്തു ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല. അപ്പം തന്നെ ഡോക്ടർ ഡൂം ഡോക്ടർ സ്ട്രേഞ്ചിനെ അങ്ങോട്ട് കൊല്ലും. ആകെ ഈ ബാറ്റിൽ വേൾഡ് ഉണ്ടാക്കി ഇതിൻ്റെ ക്രിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകെ അറിയാവുന്നത് ഡോക്ടർ സ്ട്രേഞ്ചിന് തന്നെയാണ്. ഇതിൻ്റെ എല്ലാത്തിനും കൂടെ തള്ളുന്നത് ഷെറീഫ് ഓഫ് അഗമോട്ടോ എന്ന് പറഞ്ഞ്
തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. അതൊന്നും ആലോചിക്കാതെ ആരും കാണാതെ മൂപ്പര് പെട്ടെന്ന് അങ്ങോട്ട് കൊല്ലും. എന്നിട്ട് ഈ കൊന്ന പഴി ഈ ബാക്കി വന്നിട്ടുള്ള സൂപ്പർ ഹീറോസിൻ്റെ തലയിലിടും. മൂപ്പര് മറ്റേ ഡോക്ടർ ഡൂം കാസിലിൽ പോയിട്ട് വലിയ ഫ്യൂണറൽ പരിപാടികൾ നടത്തും. ഈ മൂപ്പർക്ക് വേണ്ടി തന്നെ ഒരു സ്റ്റാച്ചു തന്നെ ഉണ്ടാക്കും. എന്നിട്ടൊരു വലിയ മാൻ ഹണ്ടിന് തന്നെ അവിടെ നേതൃത്വം കൊടുക്കും. ഈ ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊന്ന ആരാണ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് വലേറിയനോട് ഒരു പ്രത്യേക ഒരു ടീം തന്നെ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ഇത് ആരാ കൊന്നതെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മുടെ ഡോക്ടർ ഡൂം. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ചിനെ നേരത്തെ ഉള്ള ഒരു ഇടപെടൽ കാരണം പലരും പല സ്ഥലത്തേക്ക് ചെതറിപ്പോയി. എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറയും. പ്രത്യേകിച്ച് നമ്മുടെ അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന നമ്മുടെ മേക്കർ, നമ്മുടെ റീഡ് റിച്ചാർഡ്സ്, അവിടുത്തെ റീഡ് റിച്ചാർഡ്സും നമ്മുടെ ഇവിടുത്തെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും മറ്റേ നമ്മുടെ റീഡ് റിച്ചാർഡ്സും കൂടി ഒരുമിച്ചു. അവരെല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്യുകയാണ് ഡൂമിനെതിരെ നിൽക്കാൻ. ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ, എങ്ങനെ മൂപ്പർക്കെതിരെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്ത് ഇങ്ങനെ പിന്നെ ആഴ്ചകളെടുത്തു. 2-3 ആഴ്ചകളോളം ഇവരിങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റപ്പൊക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സും. ഇതിൻ്റെ ഇടയിൽ താനോസ് ചെന്നുപോയപ്പെട്ടതാണെങ്കിൽ നേരെ ഷീൽഡിൻ്റെ അപ്പുറത്ത് അവിടെ ഈ സോംബീസ് ഉണ്ട്, വെനുണ്ട്, അൾട്രോൺ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും അല്ലാതെ ഈ സൂപ്പർ ഹീറോസ് ഒന്നിലും തന്നെ പെടാതെ വേറെ കുറേ ആൾക്കാർ അവിടെ തന്നെ ഈ ബാറ്റിൽ വേൾഡിൽ തന്നെ കുറേ ഉള്ള ആൾക്കാർ ഈ ഡൂമിൻ്റെ ഈ ഒരു രാജഭരണത്തിനെതിരെ അവരുടെ ഉള്ള ആൾക്കാരിൽ തന്നെ ഒരു റിബല്യൻ നടക്കുന്നുണ്ട്. സോ അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡൂമിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ തോർ കോപ്സിൽ തന്നെ വേറെ കുറേ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യങ് തോറൊക്കെ ഉണ്ടല്ലോ, ഈ നേരത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഈ ഇങ്ങനെ സൂപ്പർ ഹീറോസൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ ഡൂമാണ് ഇതിനെല്ലാം തന്നെ കാരണം, ഡൂം ഇങ്ങനെ ഉണ്ടാക്കിയതാണ്, ആള് നല്ല ദൈവം എന്നുള്ള കാര്യങ്ങളൊക്കെ യങ് തോറും പറഞ്ഞ് ഈ തോർസിൻ്റെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രശ്നങ്ങൾ. അവർ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഡൂമിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര്, ഡൂമിന് ഒപ്പോസ് ചെയ്യുന്ന കുറേ പേര്. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു പ്രോപ്പർ ബാറ്റിൽ വേൾഡ് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നമ്മുടെ 2 സ്പൈഡർമാനും കൂടി ഈ ഡൂം കാസിലേക്ക് എത്തും. നമ്മുടെ പീറ്റർ പാർക്കറും മൈൽസ് മൊറാൽസും ഇവർ രണ്ടുപേരും കൂടി ഡൂം കാസിലെത്തും. അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പവർ സോഴ്സ് ഇവിടെ ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണം എന്ന് പറഞ്ഞ് അവരവിടെ എത്തി ഡയറക്റ്റ്ലി ഈ ഓവൻ ട്രീസിൻ്റെ അടുത്തേക്ക് എത്തും. ഈ മോളിക്കുലർ മാൻ ഇവരിങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആരൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ഡോക്ടർ റൂം ഇടയ്ക്കിടയ്ക്ക് ആളെ കാണാൻ പോകാറുണ്ടായിരുന്നു, ഡോക്ടർ സ്ട്രേഞ്ച് കാണാൻ പോകാറുണ്ടായിരുന്നു. ആരൊക്കെ മൂപ്പരെ കാണാൻ പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ ഓവൻ ട്രീസ്, ഈ മോളിക്കുലർ മാൻ, എനിക്ക് വിശക്കുണ്ട്, ഞാൻ ഇവിടുത്തെ എല്ലാത്തിൻ്റെ എനർജി സോഴ്സ് ഞാനാണ്, സോ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കൂടി നിങ്ങൾ എപ്പോഴെങ്കിലും കൊണ്ടുവരണം, കാണാൻ വരുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ടീസ് ചെയ്യും. സോ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന പോലെ തന്നെ ആര് ചോദിച്ചാലും ആരും ഒന്നും കൊണ്ടുവരാറില്ല. ഈ മൈൽസ് മൊറാൽസിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഈ സ്പൈഡർമാനുകളുടെ അടുത്തും ഇതേപോലെ എനിക്ക് വിശക്കുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഹാംബർഗർ കഴിഞ്ഞ 8 കൊല്ലം മുമ്പുണ്ടായിരുന്ന അവരെ സംബന്ധിച്ച് ഒരു 3 ആഴ്ച പഴക്കമുള്ള, അതായത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3 ആഴ്ച ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു, 3 ആഴ്ച പഴക്കമുള്ള ഒരു ഹാംബർഗർ നമ്മുടെ മൈൽസ് മൊറാൽസിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ആളിതെടുത്ത് ഈ മോളിക്കുലർ മാന് കൊടുക്കും, ആൾ തിന്നും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുണ്ട്. ഈ മൈൽസ് മൊറാൽസിൻ്റെ ഈ ഒരു തലവര തന്നെ മാറുന്നത് ഈ ഒരു ഹാംബർഗറിലാണെന്ന് പറയാം. മോളിക്കുലർ മാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹാംബർഗർ കൊടുത്ത് നമ്മുടെ സ്പൈഡർമാൻ സഹായിക്കുന്നുണ്ട്. തിരിച്ച് ആൾ ഇതുപോലെ ഇതാണ് പവർ സോഴ്സ്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ഈ ഡൂം ഇങ്ങനെയാണ് പവറൊക്കെ അക്വയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരോടും പറഞ്ഞു കൊടുക്കും. ഇതേ സമയത്ത് നമ്മുടെ ബ്ലാക്ക് പാന്തറും നമോറും കൂടി ഇവർ രണ്ടുപേരും കൂടി എത്തിയത് നമ്മുടെ ഐൽ ഓഫ് അഗമോട്ടോയിലാണ്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മറ്റേ സാങ്ക്ടം സാങ്ക്ടോർ. അവിടേക്ക് എത്തിയപ്പോൾ അവിടെ കുറേ ഇല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി മൂപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ മറ്റേ മാൻ ഓഫ് സ്റ്റീലിലൊക്കെ കാണില്ലേ, മറ്റേ സൂപ്പർമാൻ്റെ സെറ്റപ്പ് കാണില്ലേ, അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഒരുക്കി വെച്ചിട്ടുള്ള സീക്രട്ടാക്കി വെച്ചിട്ടുള്ള 2 കാര്യങ്ങൾ ഇവർക്ക് കിട്ടും. ഒന്ന്, നമോറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാറ്റിൽ വേൾഡിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, എവിടേക്ക് വേണമെങ്കിലും ഒരു പോർട്ടൽ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് കിട്ടും നമോറിന്. ഇതേ സമയം ബ്ലാക്ക് പാന്തറിനായിക്കോട്ടെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇൻഫിനിറ്റി ഗോൺലെറ്റ് വിത്ത് എവറി ഇൻഫിനിറ്റി സ്റ്റോൺ. സോ അതും മൂപ്പര് ഡോക്ടർ സ്ട്രേഞ്ച് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനകത്ത് 2 വലിയ സാധനങ്ങൾ കിട്ടി. ഈ ഒരു ഡോക്ടർ റൂമിനെതിരെ ഈ ഒരു ടീംസ് ഞാൻ പറഞ്ഞ പോലെ പല സ്ഥലത്തേക്ക് സ്പ്ലിറ്റായിട്ട് ചെതറി എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീഡ് റിച്ചാർഡ്സും മേക്കറും അവരുടെ സയൻസ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതും, ബാക്കിയുള്ളവർ അതിൻ്റെ സീക്രട്ടുകൾ മനസ്സിലാക്കാനും, ബാക്കിയുള്ളവർ വെപ്പൺസ് മനസ്സിലാക്കാനും, ബാക്കിയുള്ളവർ ആർമീനെ കൂട്ടാനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ താനോസ് ഞാൻ പറഞ്ഞു ഷീൽഡിൻ്റെ അപ്പുറത്താണ്. ഷീൽഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീൽഡ് ഉണ്ടാക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഷീൽഡിൻ്റെ ഷീൽഡായിട്ട് വെച്ചത് നമ്മുടെ ബ്രെൻഗ്രിമാണ്, നമ്മുടെ തിങ്ങാണ്. ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ അതിന് മുമ്പുണ്ടായ ഞാനൊന്ന് സ്പ്ലിറ്റായിപ്പോയി. അപ്പോൾ ബാക്കിയല്ലവർ ഇപ്പോൾ ജോണി സ്റ്റോമിനെ അവർ അങ്ങോട്ടേക്ക് അയച്ചു, സൂര്യനേക്ക് വെച്ചു, നമ്മുടെ ഡോക്ടർ ഡൂം ഇതേപോലെ തന്നെ ബെൻഗ്രിമിനെ, അവർക്ക് മെമ്മറി എല്ലാം വൈപ്പ് ഔട്ടായല്ലോ. ബെൻഗ്രിമിനെ ഇതുപോലെ ആൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. താനോസ് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു വാളിൻ്റെ പ്രൊട്ടക്ടറായിട്ട് അല്ലെങ്കിൽ വാളായിട്ട് അതിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. സോ ആളോട് ഈ കാര്യങ്ങളൊക്കെ താനോസ് എന്ന് പറയും, ഇങ്ങനെയാണ് നിങ്ങൾ ഫാന്റാസ്റ്റിക് ഫോർ ടീമായിരുന്നു, ഈ ഡൂം നിങ്ങളെ പറ്റിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തിങ്ങിന് ഈ കാര്യം മനസ്സിലാവും. അപ്പോൾ അപ്പം തന്നെ ആ ഷീൽഡും പൊളിച്ച്
ഷീൽഡ് പൊളിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാം കൂടെ ഇറങ്ങി വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഷീൽഡും പൊളിച്ച് നേരെ ഡയറക്റ്റ്ലി ഡൂം കാസിലേക്ക് നേരെ ഡൂമിനെ എതിർക്കാനായിട്ട് ഡയറക്റ്റ്ലി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബാറ്റിൽ മെല്ലെ മെല്ലെ തുടങ്ങി. ഞാൻ ഓൾറെഡി പറഞ്ഞു റിബിലിയസ് ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അവർ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൂപ്പർ ഹീറോസ് ആദ്യം തുടങ്ങിയില്ല, അതിന് മുമ്പ് ഈ റിബിലിയൻ ടീമിനെതിരെ തന്നെ ഡോക്ടർ ഡൂമിൻ്റെ ആർമി, പ്രത്യേകിച്ച് അപ്പോക്കലിപ്സ് പോലെയുള്ള ബാക്കിയുള്ളവർ ഡയറക്റ്റ്ലി വന്ന് അവിടെ വൻ ബാറ്റിൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മൈസ്ട്രോ ഹൾക്ക് അങ്ങോട്ട് അവളെ ഒരു ഗ്രൂപ്പ് ഓഫ് ഹൾക്കിനെയും കൂട്ടിയിട്ട് ഇവരൊക്കെ സപ്പോർട്ടേഴ്സാണ്, നമ്മുടെ ഈ ഡോക്ടർ റൂമിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഡയറക്റ്റ്ലി അവരും ചാടി വരുന്നുണ്ട്. ഈ മൈസ്ട്രോ ഹൾക്കാരാണ് ഇവർ ലീഡ് ചെയ്യുന്നത്. ഈ പ്ലാനറ്റ് ഹൾക്ക് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വേറൊരു റീജിയൻ തന്നെയുണ്ട്. അപ്പോൾ ആ റീജിയനിൽ നിന്ന് ഈ ഡയറക്റ്റ്ലി ഒരു ഷിപ്പിൽ ഈ ഹൾക്കുമാർ എല്ലാവരും കൂടി വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ബ്ലാക്ക് പാന്തർ ആണെങ്കിൽ ഈ ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ ഒരു പോർട്ടൽ വെച്ച് ഡയറക്റ്റ്ലി അവിടെ ഉണ്ടായിരുന്ന വക്കാണ്ടയിൽ പോയി അവിടുത്തെ വക്കാണ്ടൻ ആർമീസിനെ ഫുള്ളായിട്ട് ഇവരുടെ കൂട്ടത്തിൽ ചേർത്ത് ഈ ഒരു ബാറ്റിലിനായിട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും പോർട്ടൽ തുറന്ന് ഷീൽഡിലേക്ക് പോയിട്ട് 2-3 ബോംബ് പറഞ്ഞ് ആ ഷീൽഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സോംബിയും അൾട്രോൺ ആർമി ഫുള്ള് കംപ്ലീറ്റ്ലി ഇറങ്ങി വരികയാണ്. എല്ലാവരും ഈ ഡൂം കാസിലെ നോക്കിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാർ ലോഡും നമ്മുടെ മേക്കറും റിച്ചാർഡ്സും ഇവർ 3 പേരും കൂടി ഒരു സ്പേസ് ഷിപ്പ് എടുത്ത് ഡയറക്റ്റ്ലി ഈ ഒരു ഡൂം കാസിലേക്ക് നോക്കി വരുന്നുണ്ടായിരുന്നു. ആ വരുന്ന വഴിക്ക് ഇവിടെ ഓൾറെഡി കുറേ ഹൾക്കുമാരുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഷിപ്പിൽ നിന്ന് ചാടി ഒരു ഹൾക്ക് ഡയറക്റ്റ്ലി ഇവരുടെ ഈ ഒരു ഫ്ലൈറ്റിൽ പോയി ഇടിക്കും, ജെറ്റിൽ പോയി ഇടിച്ച് കൺട്രോൾ വിട്ട് നേരെ പോയിട്ട് ഡൂം കാസിൽ പോയി ഇടിച്ചിറങ്ങും. ഇതേ സമയത്ത് അവർ ഹൾക്ക് എല്ലാവരും കൂടി മാസ്റ്റർ ഹൾക്ക് എല്ലാവരും കൂടി ഒരു സ്പേസ് ഷിപ്പിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ സ്പേസ് ഷിപ്പിന് കംപ്ലീറ്റ്ലി നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന ബെൻഗ്രിം നമ്മുടെ തിങ് ഒറ്റടിക്ക് അങ്ങോട്ട് അടിച്ച് പരത്തും, അയാൾ അങ്ങ് തീർക്കും, അങ്ങോട്ട് എല്ലാ ഹൾക്കുമാരും അവിടെ തീർന്നു. ഇതേ സമയത്ത് ഈ തിങ്ങിനെ ബെൻഗ്രിമിന് ആരോ ഓപ്പോസിറ്റ് ആയിട്ട് എതിർക്കും അല്ലെങ്കിൽ ആദ്യം നേരിടുന്നു പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ഡൂം കാസൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്ടസ് ആണ്. പ്ലാനറ്റ് ഈറ്റർ ആയിട്ടുള്ള ഗാലക്ടസ്, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളിലൊക്കെ തന്നെ മെയിൻ വില്ലൻ. ഈ ഗാലക്ടസിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ഉണ്ട്, നമ്മുടെ റിച്ചാർഡ്സിൻ്റെ മകൻ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഡോക്ടർ ഡൂമിൻ്റെ മകൻ. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ കൺട്രോൾ ചെയ്യുന്ന ഗാലക്ടസും ഉണ്ട്. ഈ ഗാലക്ടസും ഈ പറയുന്ന ബെൻഗ്രിമുമായിട്ട് ഡയറക്റ്റ്ലി അടി. ഈ അടിയുടെ ഇടയിലാണ് ഈ ഫ്രാങ്ക്ലിൻ ആണെന്ന് ഈ ബെൻഗ്രിമിന് മനസ്സിലാക്കിയെടുക്കുന്നത്. എൻ്റെ സൂസൻ സ്റ്റോമിൻ്റെ മകനാണ്, എൻ്റെ റിച്ചാർഡ്സിൻ്റെ മകനാണ്, അവരെതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഫ്രാങ്ക്ലിനെ കണ്ടതും ബെൻഗ്രിം അടി നിർത്തും. ആ സമയത്ത് ഗാലക്ടസ് ഡയറക്റ്റ്ലി ബെൻഗ്രിമിനെ അടിച്ചങ്ങോട്ട് കൊല്ലും. ഫ്രാങ്ക്ലിൻ അറിയില്ല ഇതാരാ. അപ്പോൾ ബെന്നിനെ കൊല്ലുന്നത് കണ്ട് സൂസൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. സൂസൻ്റെ കൂടെ നമ്മുടെ ഡോക്ടർ ഡൂമുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന സമയത്താണ് വലിയൊരു വാർക്രൈ കേട്ടത്. നോക്കിയപ്പോൾ താനോസ് ഒരു കൂട്ടം സോംബി ആർമിയായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ആ ഷീൽഡിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് വരികയാണ്. അപ്പോൾ തന്നെ ഡൂമിന് കാര്യം മനസ്സിലായി, എൻ്റെ ആ മോനെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. കാരണം ബാക്കിയുള്ളത് എന്തോ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാം. ഷീൽഡിന് അപ്പുറത്തുള്ളത് ഭയങ്കര അധികം അൺകൺട്രോളബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അതുങ്ങളെ ഷീൽഡിന് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുള്ളത്. അതുങ്ങൾ ഇറങ്ങി വന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഡൂമിന് മനസ്സിലായി ഇനി നോക്കി നിന്നാൽ പോലെ ഞാൻ ഡയറക്റ്റ്ലി കളത്തിൽ ഇറങ്ങണം. ആൻഡ് ഇതിൻ്റെ ഇടയിൽ മറ്റേ ഡൂം കാസിനുള്ളിൽ ഇടിച്ചിറങ്ങി എന്ന് പറഞ്ഞു നമ്മൾ സ്റ്റാർ ലോഡ്. അപ്പോൾ അവിടെ നിന്ന് മേക്കറും നമ്മുടെ റിച്ചാർഡ്സ് അവിടെ നിന്ന് പുറത്തേക്ക് ചാടി. ഈ സമയത്ത് നമ്മുടെ ആ ഒരു ഡൂം കാസിനകത്തുണ്ട് നമ്മുടെ സ്റ്റാർ ലോഡ്. ആളെ വേറൊരു ക്യാരക്ടർ നമ്മുടെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് സ്വാനോ ആണോ അതോ പ്രോക്സിമിറ്റ് നൈറ്റ് എനിക്ക് ഓർമ്മയില്ല. ബ്ലാക്ക് സ്വാൻ ആണെന്ന് തോന്നുന്നു. ബ്ലാക്ക് സ്വാൻ അറ്റാക്ക് ചെയ്യും. അറ്റാക്കണതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതായി വരുന്ന സമയത്ത് മൂപ്പറുടെ വായിലൊരു ടൂത്ത് പിക്ക് ഉണ്ടായിരുന്നു. ഈ ടൂത്ത് പിക്ക് എടുത്ത് ഈ യഗ്ഡ്രാസിൽ ട്രീ ഉണ്ടല്ലോ റൂമിൻ്റെ മറ്റേ ത്രോണ്, അതിലാണ് ഈ യഗ്ഡ്രാസിൽ ട്രീ ആണ് ത്രോണാക്കിയ മൂപ്പർ എടുത്തുണ്ടായിരുന്നു. ഈ ടൂത്ത് പിക്ക് എടുത്ത് അതിലൊരു അറ്റാക്കൂത്ത്. അപ്പം തന്നെ ആ ട്രീ തന്നെ അങ്ങോട്ട് എണീറ്റ് വരും. ഐ ആം ഗ്രൂട്ട് എന്ന് പറഞ്ഞു സംഭവമായി ടൂത്ത് പിക്കിൽ ഗ്രൂട്ടിൻ്റെ അവസാനത്തെ അംശം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു മൂപ്പര് ഇത്ര നാലം കൊണ്ടുപോകുന്നത്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആണല്ലോ. സോ മൂപ്പര് അതെടുത്ത് കുത്തിയത് ആ ഗ്രൂട്ട് അങ്ങനെ വലുതായി ആ കാസിൽ തന്നെ കംപ്ലീറ്റ് ഞങ്ങൾ കൊളാപ്സ് ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ ഗാലക്ടസിനെ കംപ്ലീറ്റ്ലി ഈ ഗ്രൂട്ട് അങ്ങ് ഡിസ്ട്രോയ് ചെയ്യും. ഇതേ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഡൂം ഡയറക്റ്റ്ലി കളത്തിൽ ഇറങ്ങാൻ നിൽക്കായിരുന്നു. സോ മൂപ്പര് ഒറ്റ സ്നാപ്പിൽ നേരെ ബാറ്റിലിൻ്റെ നടുക്കിക്ക് അങ്ങോട്ട് വന്ന് ഇറങ്ങി, പ്രത്യേകിച്ച് താനോസിൻ്റെ ഓപ്പോസിറ്റ്. ഇതേ സമയത്ത് ഡൂം പോയപ്പോൾ സൂസൻ സ്റ്റോമും നമ്മുടെ വലേറിയ അവരുടെ മകൾ ഇവർ രണ്ടുപേരും കൂടി ഈ റിച്ചാർഡ്സിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ വെച്ചാണ് ഈ ചങ്ങായിനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലേക്ക് എടുക്കുക. ഇതേ സമയത്ത് ഡൂമും താനോസും തമ്മിൽ ഒരു വൻ അടി നടക്കാൻ പോകുന്നു നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കാരണം നീ ആരുടെ ദൈവം, നിൻ്റെ അപ്പുറത്ത് ദൈവം കളിച്ചാണ് ഞാൻ ഒരിക്കൽ എനിക്ക് ഇൻഫിനിറ്റി സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് താനോസിനെ ഡയറക്റ്റ്ലി കൺഫ്രണ്ട് ചെയ്ത് നിൽക്കുകയാണ് ഡൂം. ഒരു മരണടി നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡിൽ താനോസിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കും ഡൂം. കരിഞ്ഞങ്ങോട്ട് ഭസ്മായി പോകും നമ്മുടെ താനോസ്. അസ്ഥികൂടം മാത്രമേ ഉള്ളൂ ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡിൽ. പക്ഷേ ഇതേ സമയത്ത് പെട്ടെന്ന് ഈ ഡൂമിൻ്റെ ബാക്കിൽ ഒരു പെട്ടെന്നൊരു പോർട്ടൽ ഓപ്പൺ ആവും. അവിടെ നിന്ന് കുറേ സോംബീസ് ഇങ്ങോട്ട് ചാടി ഇറങ്ങി വരും. അപ്പോൾ നോക്കുമ്പോൾ ആ പോർട്ടലിനുള്ളിൽ കൂടെ വരുന്നു നമ്മുടെ നമോറും ഇൻഫിനിറ്റി ഗോൺലറ്റ് വെച്ച് നമ്മുടെ ബ്ലാക്ക് പാന്തർ. ഇങ്ങനെ കൊല മാസിൽ വന്ന് നമ്മൾ ബ്ലാക്ക് പാന്തർ അപ്പം തന്നെ ഇൻഫിനിറ്റി ഗോൺലറ്റ് യൂസ് ചെയ്ത് ഈ ഡൂമിനെ ഒരു പ്രതിമയാക്കും, ഐസ് പ്രതിമയാക്കും. അപ്പം തന്നെ നമോർ ആളുടെ ട്രൈഡൻ്റെ അടുത്ത് എറിഞ്ഞ് മൂപ്പരെ ഒറ്റയടിക്കാൻ ഡിസ്ട്രോയ് ചെയ്യും. അപ്പം തന്നെ അവർക്ക് അറിയാം ദാറ്റ് വാസ് സോ ഈസി, എത്ര പെട്ടെന്ന് നമ്മൾ ഡൂമിനെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പം തന്നെ ഡൂം എണീറ്റ് വന്ന് പിന്നെ ഡൂമും ഈ ബ്ലാക്ക് പാന്തറും കൂടി മരണമായിട്ട് ഡൂമിൻ്റെ ഈ ബിയോണ്ടേഴ്സിന് ഈ മൾട്ടിവേഴ്സൽ പവറും
വേഴ്സസ് ഇൻഫിനിറ്റി ഗോൺലെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് പാന്തർ. മൂപ്പർക്ക് അടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഒരു പരിധി വരെ ഒരു ഇൻഫിനിറ്റി ഗോൺലെറ്റ് വെച്ച് നമ്മുടെ ബ്ലാക്ക് പാന്തർ അടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചടിച്ച് ബ്ലാക്ക് പാന്തർ ചാവാറായി നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മോളിക്കുലർ മാൻ്റെ അടുത്തേക്ക് ഓൾറെഡി നമ്മുടെ പീറ്റർ പാർക്കർ ഒരു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു ആളുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത്, ഈ ഒരു പവർ സോഴ്സ് ഇതാന്നൊക്കെ മനസ്സിലാക്കി. സോ ഇവരുടെ പ്ലാൻ ഇതായിരുന്നു. നമ്മുടെ റീഡ് റിച്ചാർഡ്സിൻ്റെ മേക്കറിന് ഇവർ രണ്ടുപേരുടെ പ്ലാൻ ഇതായിരുന്നു. ഡയറക്റ്റ്ലി ഓവൻ റീസിനെ കാണുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക, അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക, ഇതെല്ലാം കൂടി ഡൂം തീരും എന്നുള്ള പവർ സോഴ്സ് ഇല്ലെങ്കിൽ ആ ഡൂം ഇല്ല എന്നുള്ള സെറ്റപ്പിലേക്കായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ അവിടെ എത്തിയ സമയത്ത്, ഈ ഓവൻ റീസിനെ കണ്ടുമുട്ടിയ സമയത്ത് മൂപ്പര് ഇതേപോലെ ചോദിക്കും, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടുള്ള പോലെ, ഞാൻ അടുത്ത വട്ടം വരുമ്പോൾ എല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്താണ് നമ്മുടെ മേക്കർ അപ്പം തന്നെ റീഡ് റിച്ചാർഡ്സിനെ പുറകിന് കുത്തും. നമ്മുടെ കട്ടപ്പ കുത്തിയ പോലെ. ഇത് രണ്ടും മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് ആണല്ലോ. സോ മൂപ്പറുടെ പ്ലാൻ അതായിരുന്നു ഈ റീഡിനെ കൊല്ലുക എന്നുള്ളത്. സോ റീഡിനെ അപ്പം തന്നെ DAG ചെയ്ത് ഒരു ചിമ്പാൻസി രൂപത്തിലേക്ക് നമ്മുടെ ഈ ചങ്ങായി മാറ്റും, മേക്കർ മാറ്റും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഓവൻ റീസ്, നമ്മുടെ മോളിക്കുലർ മാൻ, അപ്പം തന്നെ മേക്കറിനെ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു സ്ലൈസ് ഓഫ് പിസ പോലെ തന്നെ ഞങ്ങൾ മാറ്റും. കാരണം റീഡിന് ഓൾറെഡി അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഓവൻ റീസ്. ഇവരിങ്ങനെ ഈ നിൽക്കുന്ന ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് പാന്തറും താനോസും അടിച്ച് അവസാനമാവും. ഒരു ഒറ്റ അടിക്കഞ്ഞ് ബ്ലാക്ക് പാന്തർ ചാവുന്നുള്ള സിറ്റുവേഷൻ വന്ന സമയത്താണ്, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നു, ഞങ്ങളുടെ പ്ലാൻ എന്തായാലും ജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഡോക്ടർ ഡൂമിനുള്ള കാര്യം മനസ്സിലാവുക. ഇതായിരുന്നില്ല അവരുടെ പ്ലാൻ. അത് ഡയറക്റ്റ്ലി ഇൻഫിനിറ്റി ഗോൺലെറ്റൊക്കെ വെച്ച് ഡൂമിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവർക്കും അറിയാം, ഡൂമിനും അറിയാം. സോ ഇവർ ജസ്റ്റ് ഇതൊരു ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഡൂം മനസ്സിലാക്കി അപ്പം തന്നെ ഈ ബ്ലാക്ക് പാന്തറിനൊന്നും കൊല്ലാതെ അപ്പം തന്നെ മൂപ്പര് ടെലിപ്പോർട്ട് ചെയ്ത് നേരെ ഈ ഓവൻ റീസിൻ്റെ അടുത്തേക്ക് എത്തും, നമ്മുടെ മോളിക്കുലർ മാൻ്റെ അടുത്തേക്ക് എത്തും. അവിടെ ഓൾറെഡി നമ്മുടെ റീഡ് റിച്ചാർഡ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ട സമയത്ത് ഇവർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ രണ്ടുപേരുടെ ഐഡിയോളജി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഒരാൾക്ക് അങ്ങോട്ട് ഈഗോ ആണ്, രണ്ടുപേർക്ക് ഈഗോ ആണ്. പക്ഷേ രണ്ടുപേർക്കും അറിയാം കമ്പാരിറ്റീവ്ലി ഏറ്റവും അധികം ബെറ്റർ ഈ റീഡ് റിച്ചാർഡ്സ് തന്നെയാണെന്നുള്ളത്. സോ ഈ കാര്യം ഇവരുടെ കോൺവെർസേഷനിൽ കൂടെ മനസ്സിലാക്കി എടുക്കുന്ന ഓവൻ റീസ് ഈ ഡൂം വന്ന അപ്പം തന്നെ ഡൂമിൻ്റെ പകുതി പവർ എടുത്തിട്ട് നേരെ ഡയറക്റ്റ്ലി ഈ റീഡ് റിച്ചാർഡ്സിന് കൊടുക്കും. സോ റീഡിന് ഇപ്പോൾ ഡൂമിൻ്റെ പകുതി പവർ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി മരണടി നടക്കും. ഇവരിങ്ങനെ അടിൻ്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത്ര വലിയ പവർ കിട്ടിയിട്ട് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് റീഡ് റിച്ചാർഡ്സിനോട് ഡോക്ടർ ഡൂം ചോദിക്കുന്ന സമയത്ത്, ഞാനായിരുന്നു ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ചെയ്തേനെ എന്നുള്ളത് നിനക്കറിയാം എനിക്കും അറിയാം, അല്ലേ ശരിയല്ലേ എന്ന് പറഞ്ഞ് ഡൂമിനോട് ചോദിക്കുന്ന സമയത്ത് ഈ അടിയുടെ ഇടയിൽ ആ ഒരു പ്രഷറിൽ ശരിയാണ്, നീ ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്തേനെന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ ഓവൻ റീസ് അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യും. ബാറ്റിൽ വേൾഡ് ഇസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്, ഫുൾ തീർന്നു. ഈ സമയത്ത് നമ്മുടെ ബ്ലാക്ക് പാന്തർ മൂപ്പര് ഡയറക്റ്റ്ലി എത്തുന്നത് മൂപ്പരുടെ വക്കാണ്ടയിൽ. എല്ലാം പഴയ പോലെ എർത്ത് 616 ബാക്കിയുള്ള കുറേ പേരായിട്ട് തിരിച്ചു വന്നു. എല്ലാം പഴയ പോലെ, പഴയതൊന്നല്ല, എല്ലാം പുതിയതുപോലെ ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കംപ്ലീറ്റ്ലി മാറി, പുതിയ യൂണിവേഴ്സുകളുണ്ടായി. ഈ ബാറ്റിൽ വേൾഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയ സമയത്ത് എല്ലാവർക്കും പഴയ മെമ്മറിയിലെല്ലാം കിട്ടി, എല്ലാം പഴയതെല്ലാം ഓർമ്മ വന്നു. സോ സൂപ്പർ സ്റ്റോപ്പും നമ്മുടെ റീഡ് റിച്ചാർഡ്സ് ആളുടെ ഫാമിലിയോട് കൂടെ ചേർന്നു. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഇത് കാരണം എർത്ത് 616 നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ കൂടെ മൈൽസ് മൊറാൽസും കൂടി വരും. അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന മൈൽസും കൂടി ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരാനുള്ള മെയിൻ കാരണം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, മറ്റേ ഓവൻ റീസിന് ഒരു ബർഗർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ബർഗറിൻ്റെ കടപ്പാടിൻ്റെ പുറത്താണ് ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ എർത്ത് 616 രണ്ട് സ്പൈഡർമാൻ ഉണ്ട്, മൈൽസ് മൊറാൽസ് ഉണ്ട്, പീറ്റർ പാർക്കർ ഉണ്ട്, നമ്മുടെ സ്പൈഡർമാൻ 2 ഗെയിം ഒക്കെ പോലെ തന്നെ. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയിട്ടുള്ള നമ്മുടെ ഈ ഇൻകേഷനൊക്കെ കാരണം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് പോയിട്ടുള്ള എല്ലാ മൾട്ടിവേഴ്സും ഇവർ റീക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ റീഡ് റിച്ചാർഡ്സും ആളുടെ ഫാമിലി യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് ഫ്രാങ്ക്ലിൻ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ഒരു യൂണിവേഴ്സൽ ഷേപ്പറാണ്, ഒരു ഡ്രീമറാണ്. സോ ഈ ഫ്രാങ്ക്ലിൻ്റെ പവർ യൂസ് ചെയ്ത് മൂപ്പർക്ക് ഒരു യൂണിവേഴ്സ്, ഒരു വേൾഡ് മാത്രമല്ല ഒരു യൂണിവേഴ്സ് തന്നെ എങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആൾക്ക് ഡ്രീം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഫ്രാങ്ക്ലിൻ്റെ ആ പവർ വെച്ച് ഡയറക്റ്റ്ലി ഫ്രാങ്ക്ലിൻ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ ഈ റീഡ് റിച്ചാർഡ്സിൻ്റെ കൈ കൊടുക്കും. ആള് നമ്മുടെ മറ്റേ ഒമ്നിപൊട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ മോളിക്കുലർ മാൻ ആളുടെ സഹായത്തോടു കൂടി ഈ പുതിയ യൂണിവേഴ്സിനെ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സെറ്റപ്പ്. സോ മാർവൽ ഡിസ്ട്രോയ് ആയിപ്പോയി ഞാൻ പറഞ്ഞു 10,000 മാർവൽ മൾട്ടിവേഴ്സുകൾ ഉണ്ടായിരുന്നു. ഈ ഓരോന്നായിട്ട് പുതിയ മൾട്ടിവേഴ്സുകൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇവരെല്ലാവരും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോന്നിലേക്കും ഓരോ സ്ലൈസ് ഓഫ്, ഓരോ പീസ് ഓഫ് മോളിക്കുലർ മാനെ അയക്കും. സോ മോളിക്കുലർ മാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിന് ഒരു ഡെഫിനേഷൻ കിട്ടണം. സോ ഈ പലതുണ്ടായിരുന്നതിനെ ഈ ക്യാരക്ടർ തന്നെയാണ് ഓരോരുത്തരും പോയിട്ട് കൊന്നത്, ഈ ഒരു ഒറ്റ ആൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ പഴയ പോലെ തന്നെ എല്ലാ യൂണിവേഴ്സിലും ഓരോരോ പീസ് ഓഫ് മോളിക്കുലർ മാൻ, ഒരു ആങ്കർ പോയിന്റ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിക്കുലർ മാനെ അയച്ച് പുതിയ ഓരോ യൂണിവേഴ്സുകളെ ഇവരെല്ലാവരും കൂടി, ഈ ഫ്രാങ്ക്ലിനും പ്രത്യേകിച്ച് നമ്മുടെ മോളിക്കുലർ മാനും റീഡ് റിച്ചാർഡ്സും കൂടി ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഒരു സീക്രട്ട് വാർസ് കംപ്ലീറ്റ്ലി തീർക്കുന്നത്. അപ്പോൾ ഒരു പുതിയ യൂണിവേഴ്സുകളുണ്ടായി, മൾട്ടിവേഴ്സിൻ്റെ ഒരു പുതിയ ഒരു പുതിയ ഡയറക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീക്രട്ട് വാർസ് കൊണ്ട് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഡോക്ടർ ഡൂം ആൾ മരിച്ചിട്ടില്ല,
ആൾക്കൊരു ഒരു ഒരു ഹാപ്പി എൻഡിങ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിലും, ഇത്രയും വലിയ യൂണിവേഴ്സുകളും ബാറ്റിൽ വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്തെങ്കിലും, ഈ ഡോക്ടർ ഡൂമിനുണ്ടായിരുന്ന മെയിൻ പ്രശ്നങ്ങളിലൊന്ന് മൂപ്പരുടെ ചെറുപ്പത്തിൽ, മൂപ്പരുടെ ആ ഒരു ഒറിജിൻ സ്റ്റോറി പറയുമ്പോൾ നമുക്കറിയാം, മൂപ്പര് പണ്ട് അവർ റീഡ് റിച്ചാർഡ്സിൻ്റെ കൂടെയുള്ള സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഇടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് മൂപ്പരുടെ ആ ഒരു മുഖം ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ബേൺ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര് ആ ഒരു മാസ്കും വെച്ച് നടക്കുന്നത്. ഈ ഒരു മുഖത്തിലെ ഫേസിൽ ഈ സ്കാറുകൾ ഫുള്ളായിട്ട് ഹീൽ ചെയ്ത് ആ ഒരു ക്യാരക്ടറിന് ഒരു ഒരു റിഡംഷൻ, ഒരു പഴയ പോലെ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒരു പ്രായച്ചിത്യം എന്ന പോലെ ആൾക്കൊരു ഒരു പ്രോപ്പർ റിഡംഷൻ ആർക്ക് കൊടുത്തിട്ടാണ് ഈ സാധനം നിർത്തുന്നത്. സോ മൂപ്പർ മരിച്ചിട്ടില്ല, ഹീ സ്റ്റിൽ ദർ എന്നുള്ള രീതിയിലാണ്, വില്ലനായിട്ടല്ല, ഹീസ് കൺവേർട്ടിങ് ടു ഗുഡ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടാണ് ഈ സീക്രട്ട് വാർസ് എന്നുള്ള കോമിക്സ് കൊണ്ട് എൻഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻഫിനിറ്റി സാഗ പോലെ തന്നെ മൾട്ടിവേഴ്സ് ആകുക. ഈ ഒരു മൾട്ടിവേഴ്സ് കംപ്ലീറ്റ്ലി നശിക്കുകയാണ്. അതിന് ആദ്യം തന്നെ ഹീറോസ് എന്തൊക്കെ ചെയ്തു, അവരെന്തൊക്കെ മാക്സിമം ചെയ്തു പോകും, ആരൊക്കെ ഇനി കൊല്ലേണ്ട സിറ്റുവേഷൻ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ് അവസാനമാണ് ഈ ഒരു ബാറ്റിലേക്ക്, വലിയ ബാറ്റിലേക്ക് വന്ന് ഈ ഒരു ഡൂമിൻ്റെ, ആക്ച്വലി ഡൂം നല്ലതാണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് മൂപ്പര് കുറച്ച് പേരെങ്കിലും രക്ഷിക്കാൻ നോക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതേ സമയത്ത് എല്ലാവരും ഞാൻ പറയണമെന്ന് മാത്രം കേൾക്കണം, ഞാനാണ് എല്ലാവരുടെയും കൺട്രോളിൽ നിൽക്കേണ്ടത്, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് നിന്നതായിരുന്നു ഡൂമിൻ്റെ ഒരു പ്രശ്നം എന്നതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നി. ഈവൻ മറ്റേ ഇൻഫിനിറ്റി സാഗയിലടക്കം താനോസ് ആയിരുന്നില്ല ഒരു കണക്കിന് ശരി എന്ന് പോലും നമുക്ക് പല സമയത്ത് തോന്നിപ്പോകുന്നു. അതേപോലെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടറും ഈ ഒരു വില്ലനസും കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സീക്രട്ട് വാർസ് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പോൾ കോമിക്സ് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒരുപക്ഷെ കുറേ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിത് വായിച്ചത് ഓർമ്മ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയത്, അല്ലാതെ ഇന്ന് എടുത്ത് വെച്ച് നോക്കി വായിക്കുന്നതായിരുന്നില്ല. സോ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലും, എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ചില ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ട് വല്ലതുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മൊത്തത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു കോമിക്കിൻ്റെ കഥ ഇതുപോലെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഇതുപോലത്തെ വേറെ ഇതിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ബാറ്റിൽ വേൾഡിൽ കാണിക്കുന്ന കോമിക്സ് തന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ സ്പിൻ ഓഫ് പോലത്തെ മറ്റേ ഓൾഡ് മാൻ ലോഗനും നമ്മുടെ പ്ലാനറ്റ് ഹൾക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറേ കോമിക്സുകളുണ്ട്. ഇതല്ലാതെ വേറെ കുറേയൊക്കെ ഉണ്ട്. സോ ഈവൻ മാർവലിന് മാത്രമല്ല DC-യുടെ ഒക്കെ ഉണ്ട്. സോ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കോമിക് ബേസ്ഡ് വീഡിയോ ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായിരുന്നു ഈ ഒരു സീക്രട്ട് വാർസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.